പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്കറിയാം. മനുഷ്യ ജീവിതത്തിന് ആകാശ വെളിച്ചം എന്നതാണ്. നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്ന ധാരണ നമുക്കുണ്ടാവണം. എങ്ങനെ ജീവിക്കണമെങ്കിൽ അതിനുള്ള ഒരു വഴി അറിയണം. അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുക. EM അമീൻ സാഹിബാണ്, തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസം ഇല്ലാത്തവരുടെ അള്ളാഹു ഉണ്ടായിരിക്കാം എന്ന അഭിപ്രായം അള്ളാഹു ഉണ്ടായിരിക്കാം എന്ന അഭിപ്രായമുള്ളത് ഇല്ല. അള്ളാഹു ഉണ്ട് എന്ന അഭിപ്രായമുള്ളവരോ കല്ലില്ലെങ്കിൽ കല്ലുണ്ടില്ലേ? ആ ശരി. അപ്പൊ നിങ്ങളൊക്കെ അതുണ്ടെന്ന് ഉറപ്പുള്ളവരാ? ശരി. എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു ഉണ്ട് എന്നതിന് നിങ്ങളെ മനസ്സിലുള്ള തെളിവെന്താ? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അള്ളാഹ് എന്ന് പറയുന്നത്? ബാപ്പി പറയുന്നുണ്ട് അതുണ്ട്, നമ്മൾ പറഞ്ഞ അതുണ്ട്, ഉസ്താദ് പറയേണ്ട അതുണ്ട്, അമ്മ പറയേണ്ട അതുണ്ട്. അങ്ങനെയാണോ? ആണോ? പിന്നെ എന്താ മനസ്സിലാക്കി തെളിവ്? ഒരാൾ പറയും എന്താണ്, ആരും ഐസ് ബ്രേക്കൊക്കെ കഴിഞ്ഞില്ല, തണുപ്പോലെ, എന്നിട്ട് പറയും അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് നിങ്ങളെ മനസ്സിലുള്ള തെളിവ് എന്താ? ഒരു തെളിവില്ല. നേരത്തെ അയാൾ പറഞ്ഞില്ല, പഠിച്ചോളുടെ വിശ്വാസപ്പേടി കൊണ്ടാണ് കട്ടാത്തതെന്ന്. അതുണ്ടെന്ന് ഉറപ്പുണ്ട്. അതുണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ കപ്പു. അള്ളാഹു ഉണ്ട് എന്നതിന് നമ്മുടെ മനസ്സിൽ തെളിവില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ദുർബലമാകും. പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ നിഷേധിക്കും. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത്? ഒന്ന് പറയാൻ ഞാൻ പറയുമ്പോൾ ഈ പ്രപഞ്ചം കണ്ടിട്ടായിട്ട് അതുകൊണ്ട് മനസ്സിലായി. അങ്ങനെയാണ് ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുണ്ട്. അപ്പൊ അതൊരു തെളിവാണ്. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. അപ്പൊ ഖുർആൻ സത്യമാണോ എന്ന് വേറെ പരിശോധിക്കണം. ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെട്ട ഖുർആൻ പറയുന്നു അള്ളാഹുണ്ട്, വിശ്വസിക്കാം. പിന്നെ വേറെ തെളിവുകൾ ഇയാൾ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു അള്ളാഹുണ്ട് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒന്നും ചിന്തിക്കാത്തൊരു തെളിവൊക്കെ അങ്ങനെ കുറച്ചുണ്ടോന്നൊന്നും ആലോചിച്ചിട്ടൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചു പോകണം. ആലോചിച്ചൊന്നും തെളിവൊക്കെ നിങ്ങൾക്ക് കല്യാണില്ലേ? ഒന്ന് ഉഷാറാവും പറയും. വേണം, ഞാൻ ഒരു വേറെ ചോദ്യം. അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണെന്നാണ് വിശ്വസിക്കുന്നത്? അള്ളാഹുവാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയ ഒരു പ്രപഞ്ചം വെറുതെ ഉണ്ടായെന്ന് വിശ്വസിക്കലാണോ? അതല്ല അതൊക്കെ കൂടി ഒരു ശക്തി പടച്ചുണ്ടാക്കിയെന്ന് വിശ്വസിക്കലാണോ? വിശ്വസിക്കാൻ എളുപ്പം. ചോദ്യം മനസ്സിലായില്ല? അതായത് ഈ വലിയ പ്രപഞ്ചം വളരെ വലുതാണ്, എനിക്ക് പറയാം. ഇത്രയും വലിയ പ്രപഞ്ചം വെറുതെ ഉണ്ടായെന്ന് വിശ്വസിക്കലാണോ? അതല്ല ഇതൊക്കെ കൂടി ഒരു ശക്തി പടച്ചുണ്ടാക്കിയെന്ന് വിശ്വസിക്കലാണോ? വിശ്വസിക്കാൻ എളുപ്പം. ഏതാ ശരിയെന്നല്ലേ ചോദിച്ചത്? വിശ്വസിക്കാൻ എളുപ്പം ഏതാ? അതാണോ വിശ്വസിക്കാൻ എളുപ്പം? ഇത്രയും വലിയൊരു ലോകം മുഴുവൻ ഒരു ശക്തി ഉണ്ടാക്കി വിശ്വസിക്കലാണോ? അതിനേക്കാൾ എളുപ്പം ലോകത്തുണ്ടായതാന്ന് വിശ്വസിക്കലേ. ഏതാ വിശ്വസിക്കാൻ എളുപ്പം? നിങ്ങൾ പണ്ടൊരു കഥ പഠിച്ചിട്ടില്ലേ? ഒരു വലിയ പണ്ഡിതനായിരുന്നു ഇമാം അബൂ ഹനീഫ. അദ്ദേഹം ഒരു യുക്തിവാദി തമ്മിൽ തർക്കമുണ്ടായി. യുക്തിവാദി പറഞ്ഞു പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണ്. ഇമാം അബൂ ഹനീഫ പറഞ്ഞത് പ്രപഞ്ചം സൃഷ്ടിച്ചതാണ്. അങ്ങനെ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി അവർ സ്ഥലവും ദിവസമൊക്കെ നിശ്ചയിച്ചു. യുക്തിവാദി നേരത്തെ സ്ഥലത്തെത്തിച്ചേർന്ന സമയത്തിനുണ്ട്.
പക്ഷെ പണ്ഡിതനെ കാണുന്നില്ല. അങ്ങനെ നേരൊക്കെ നേരം വൈകുമ്പോൾ യുക്തിവാദി പറയാൻ തുടങ്ങി, എന്ത് പണ്ഡിതൻ, എന്ത് മര്യാദ, തോൽക്കുന്നു കരുതിയപ്പോൾ വരുന്നില്ല, ഇങ്ങനെ വേണോ എന്നിങ്ങനെ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടക്ക് വളരെ നേരം വൈകിട്ട് പണ്ഡിതൻ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഇയാൾ ബഹളം വെച്ചു. അപ്പൊ ഇമാം പറഞ്ഞു, ഞാൻ വരാൻ വലിയ കാരണം എന്ന് പറയാം. എനിക്ക് വരുന്ന വഴിക്ക് ഒരു പുഴ കിടക്കണം. പുഴക്കരികിൽ ചെന്നപ്പോൾ കടക്കാൻ ഒരു മാർഗമില്ല, വഞ്ചിയൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇരുന്ന് സമയമൊക്കെ പോയി. പക്ഷെ പെട്ടെന്ന് വെള്ളത്തിൽ കുറെ മരപ്പലകകൾ പൊട്ടി വന്നു. ആ മരപ്പലകകളൊക്കെ കൂടി ചേർന്ന് ഒരു വഞ്ചിയുണ്ട്. ആ വഞ്ചി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അതിൽ കയറി തുഴയാൻ പങ്കായൊന്നുമില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് എന്നെയും കൊണ്ട് വഞ്ചി വന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ആരോടായി പറഞ്ഞേ? ആരോടാ പറഞ്ഞേ? യുക്തിവാദി. ഇയാളപ്പം തന്നെ ചാവില്ല. ഈ ജാതി ആളെക്കാണ് സംസാരിക്കാൻ പച്ചക്കണം. കാരണം വെറുതെ വെള്ളത്തിൽ മരപ്പലകൾ പൊന്തി വരില്ല. അഥവാ എന്തെങ്കിലും ഒലിച്ചു വന്നതാണെങ്കിൽ അതെങ്ങനെ വെറുതെ വഞ്ചിയാവും? ആ വഞ്ചി എങ്ങനെ ഇയാളെയും കൊണ്ട് ഇയാൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സഞ്ചരിക്കും? യാത്രാവേദന തന്നെ നുണയാണ്. അപ്പൊ ഇമാം പറഞ്ഞു, ശരി, നിങ്ങൾ പറയുന്നത് ഒരു മരപ്പലക പോലും വെറുതെ ഉണ്ടാവില്ല, ഒരു വഞ്ചി പോലും ആസൂത്രിതമായി ചലിക്കില്ല എന്നല്ലേ? എങ്കിൽ ഈ മഹാപ്രപഞ്ചം അതെങ്ങനെ വെറുതെ ഉണ്ടായി വിശ്വസിക്കും? അതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടാവില്ലേ? അങ്ങനെ ചർച്ച അവിടെ അവസാനിച്ചു എന്നാണ് ചരിത്രം. അഥവാ നമ്മുടെ ബുദ്ധി ഒരിക്കലും സമ്മതിക്കില്ല ഒരു സാധനം വെറുതെ ഉണ്ടായി പറയാൻ. ഈ പേന ഉണ്ടാക്കിയ ആളെന്നൊക്കെ അറിയില്ല? ഇല്ല, ആർക്കും അറിയില്ല. എന്നാ നമുക്ക് കൂടി ഒരു തീരുമാനം എടുക്കാം, ഇത് വെറുതെ ഉണ്ടായതാണ്. അങ്ങനെ പറയുന്നത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ പേന ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇത് വെറുതെ ഉണ്ടായതാണെന്ന് തീരുമാനിച്ചാൽ എന്താ പ്രശ്നം? അങ്ങനെ ഒരു പേന ഒന്നും മിണ്ട് ഒരു പേന വെറുതെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധി സമ്മതിക്കുക അല്ലേ? അപ്പൊ ഇത്രയും വലിയൊരു പ്രപഞ്ചം വെറുതെ ഉണ്ടായി നമ്മുടെ ബുദ്ധി സമ്മതിക്കില്ല. ശരിയല്ലേ? വലിയ നോക്കിയേ, ഈ പ്രപഞ്ചം എത്ര വലുതാണ്, എത്ര വലുതാണ്? എന്തെങ്കിലുമൊക്കെ പറ. ഭയങ്കര മിടുക്കന്മാരാണെന്നൊക്കെയുള്ള പറഞ്ഞു. വളരെ വലുതാണല്ലേ? വളരെ വലുത്. ഒരുപാട് വലുതാണല്ലേ? വേണ്ട. ഭൂമിയാണോ സൂര്യനാണോ വലുത്? ഭൂമി. സൂര്യൻ. ഉറപ്പാ? ഭൂമിയുടെ എത്ര മടങ്ങ് വലുതാണ് സൂര്യൻ? നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ ടീച്ചർ വരച്ചിട്ടുള്ള എങ്ങനെയല്ലേ? ഇത്തിരി വലിയ വട്ടം വരക്കും, എന്നിട്ട് ചെയ്തു അതിനേക്കാൾ ചെറിയ വട്ടം വരച്ചിട്ട് അപ്പൊ ഈ സൂര്യന്റെ എത്ര മടങ്ങ്, ഭൂമിയുടെ എത്ര മടങ്ങ് വലുതായിരിക്കും സൂര്യൻ? ഒരു 2 ആണോ? പിന്നെ ഭൂമിയുടെ 13 ലക്ഷം മടങ്ങ് വലുതാണ് സൂര്യൻ. 13 ലക്ഷം മടങ്ങ് വലുതാണ് സൂര്യൻ. ഒരു നക്ഷത്രം. ഭൂമി ഒരു ഭരണിയാണെങ്കിൽ മിനിമം 10 ലക്ഷം ഭൂമി. 10 ലക്ഷം ആകാൻ കാരണം എന്താ പറഞ്ഞാൽ ഭൂമി ഗോളാകൃതി അതോട് ഗ്യാപ്പ് വരുന്നുണ്ട. ആ ഭരണിയിൽ ഇട്ട് വെക്കാം, സൂര്യനിൽ ഇട്ട് വെക്കാം. ഭൂമിയുടെ വലുപ്പം തന്നെ നമ്മുടെ തലയിൽ ഒതുക്കിയിട്ടില്ല അല്ലെ? പണ്ടെന്റെ സുഹൃത്ത് സൗദി അറേബ്യയിൽ വന്നു വിമാനത്തില് 5.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇയാൾ വീട്ടിൽ വന്നിട്ട് ഗ്ലോബ് എടുത്ത് നോക്കി. ഗ്ലോബ് എടുത്ത് നോക്കുമ്പോ ആകെത്ര പോയിട്ടുള്ളൂ, ആകെത്ര ദൂരെ പോയിട്ടുള്ളൂ. പക്ഷെ 5.5 മണിക്കൂർ വിമാനം സഞ്ചരിക്കേണ്ടി വന്നു. അപ്പൊ മൊത്തം ഭൂമിയുടെ വലിപ്പം തന്നെ നമ്മുടെ തലയിൽ ഒതുങ്ങിയിട്ടില്ല. ആ ഭൂമിയുടെ 13 ലക്ഷം മടങ്ങ് വലുതാണ് ഒരു സൂര്യൻ. ആ സൂര്യൻ ഉൾക്കൊള്ളുന്ന ഗാലക്സിയിൽ 30,000 അല്ല 30,000 കോടി നക്ഷത്രങ്ങൾ. ഗാലക്സിയിൽ 30,000 കോടി നക്ഷത്രങ്ങൾ. അത്തരം ഗാലക്സികൾ കോടിക്കണക്കിലുണ്ട്.
അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം ആലോചിച്ചു. ഞാൻ ഒറ്റ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ, നന്നായി ശ്രദ്ധിച്ചോ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളെ ബുദ്ധിപരമായ കഴിവത്ര ഗ്രാസ്പ് ചെയ്യുമ്പോൾ നോക്കാൻ പഠിക്കാം. ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗത നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും ലൈറ്റ്, ശരിയല്ലേ? അപ്പൊ 2 സെക്കൻഡിലോ? അതെന്റെ ചോദ്യം. 6. ഈ പ്രപഞ്ചം എന്നാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പല കണക്ക് പറയും. ചിലര് പറയുന്നത് 14,000 കോടി കൊല്ലായി, 20,000 കോടി കൊല്ലായി. കോടിയാണ്. ഞാൻ അതിന്റെ ഏറ്റവും ചെറിയ കണക്കെടുക്കാം. 500 കോടി കൊല്ലായി ലോകം ഉണ്ടായിട്ട്. 500 കൊല്ലല്ല, 500 കോടി വർഷമായി ലോകം ഉണ്ടായി. അന്ന് പ്രപഞ്ചം ഉണ്ടായപ്പോൾ നക്ഷത്രങ്ങളിൽ നിന്ന് ലൈറ്റ് വരാൻ തുടങ്ങി. ലൈറ്റിന്റെ സ്പീഡോ പറയും, വേഗം പറയും, ഒരു സെക്കൻഡില് 3 ലക്ഷം കിലോമീറ്റർ. 500 കോടി കൊല്ലം മുമ്പ് നക്ഷത്രങ്ങളിൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ ലൈറ്റ് വരാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഭൂമിയിൽ ലൈറ്റ് എത്താത്ത അത്രയും അകലത്തിൽ നക്ഷത്രമുണ്ട്. മനസ്സിലായില്ലേ? ബിരിയാണി ഉറപ്പാണോ? ഇല്ല. ഒന്നുകൂടി പറയാം. 500 കോടി കൊല്ലം മുമ്പ് നക്ഷത്രങ്ങളിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വരാൻ തുടങ്ങി. ഇതുവരെ ചെയ്തിട്ടില്ല, നിർത്തിയിട്ടില്ല. ആരെങ്കിലും തടഞ്ഞതാണോ? അല്ല, വന്നുകൊണ്ടിരിക്കണുള്ളൂ. അത്രയും അകലത്തിലാണ് നക്ഷത്രങ്ങൾ. മനസ്സിലായോ? അത്രയും അകലത്തിലാണ് പല നക്ഷത്രങ്ങൾ. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ ഒരടി മേൽമണ്ണെടുത്ത് അതൊക്കെ കൂടി കൂട്ടിയാൽ അതിലടങ്ങിയ മണൽത്തരികളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു കൈക്കോട്ടിലെ മണ്ണല്ല, ഒരു രാജ്യത്തിന്റെ മേൽമണ്ണിന്റെ അത്രയും മണൽത്തരികളെക്കാൾ കൂടുതൽ നക്ഷത്ര ലോകത്ത്. ഇത്രയും വലിയ ഒരു പ്രപഞ്ചം വെറുതെ വിശ്വസിക്കാൻ പറ്റുമോ? വെറുതെ വിശ്വസിക്കാൻ പറ്റുമോ? അതിന്റെ പിന്നിൽ ഒരു ആസൂത്രണം ഉണ്ടാവില്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലേക്ക് വരാം. നമ്മൾ ഭൂമിയുടെ അകത്താണ് പുറത്താണ്? ഭൂമിക്ക് പുറത്താണ് നിൽക്കണേ? ഭൂമിയുടെ പുറത്താണ് അല്ലേ? ഭൂമി ഗോളാകൃതിയിലാണ്, നമ്മൾ അതിന്റെ പുറത്താണ് നിൽക്കുന്നത്. ഇപ്പൊ എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗം ഭൂമിയിൽ തട്ടി നിൽക്കുന്നത്? കാല് അല്ലേ? അപ്പൊ ശരിക്കും ഞാൻ നിൽക്കുന്നത് എങ്ങനെ? കാല് ഭൂമിമലും തല താഴെയായിട്ടല്ലേ? ഇപ്പൊ എന്റെ കാല് ഭൂമിയിലാണെങ്കിൽ ഭൂമിയല്ലേ എന്റെ കാല്? ഞാൻ അങ്ങനെയല്ല നിൽക്കണത്, തല താഴെ, കാല് മേലെ. വേണ്ട, നമ്മുടെ കേരളത്തിന്റെ മറുഭാഗത്ത് അമേരിക്ക ഉണ്ട്. അമേരിക്കയിൽ ആ വേടൻ എന്ന് പറയാൻ അയാൾ നിൽക്കാവുന്ന മനുഷ്യരുണ്ടൊക്കെ കാല് മേലെ താരങ്ങനായിട്ട് നടക്കണേ അല്ലേ? നമ്മള് പാത്രത്തിൽ ഇങ്ങനെയാണ് വെള്ളം എടുക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വെള്ളം ഭൂമിയുടെ പുറത്താണ് നിൽക്കുന്നത്. അറബിക്കടലിലെ വെള്ളം ഭൂമിയുടെ പുറത്താണ് നിൽക്കുന്നത്. കപ്പലിന്റെ അടിഭാഗം മുകളിലും കപ്പലിന്റെ മുകൾ ഭാഗം അടിയുമായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെയല്ലേ ഭൂമിയുടെ? എന്തൊരു സെറ്റിങ്സാണ് ആ ഭൂമിയുടെ പുറത്ത്. ഇനി ആ ഭൂമി നിശ്ചലമാണ്. ഭൂമി കറങ്ങില്ല. എത്ര കറക്കം? പേടിച്ചിട്ടാ മറുപടി തെറ്റിപ്പോകുന്ന പേടിയാ. തെറ്റിക്കോട്ടെ. എത്ര കറക്കം കറങ്ങിണ്ട്? ഒറ്റ കറക്കം. പിന്നെന്താ? ഭൂമി എന്ത് ചെയ്യുന്നില്ല? ഒരു കറക്കം എങ്ങനെയാണ്? ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് കേട്ടോ, ഭൂമി റൊട്ടേറ്റ് ചെയ്യും അല്ലേ? പിന്നെ ഈ റൊട്ടേഷൻ നിർത്തിയിട്ടാണോ മറ്റേത്? അല്ല, റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭൂമിയെ സൂര്യനെ ചുറ്റുന്നുണ്ട് അല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ സ്പീഡ് എത്ര നോക്കിയാ? ഒരു മണിക്കൂറിൽ 1700 കിലോമീറ്റർ. 1700 കിലോമീറ്റർ പെർ അവർ. നമ്മുടെ ജെറ്റ് വിമാനം പോലെ ഇതിന്റെ പകുതി സ്പീഡ് ഉണ്ടാവും. അതിന്റെ ഇരട്ടി സ്പീഡിലാണ് ഭൂമി ഇങ്ങനെ വട്ടം കറങ്ങുന്നത്. അത്ര സ്പീഡിൽ കറങ്ങിയാലേ 24 മണിക്കൂർ കൊണ്ട് രാവും പകലും പകുതി സ്പീഡിൽ കറങ്ങിയാൽ എന്താ ഉണ്ടാവുക? പകുതി സ്പീഡിൽ കറങ്ങിയാല് ദിവസം കൂടില്ല, ദിവസത്തിന്റെ ദൈർഘ്യം കൂടും. പകല് 24 മണിക്കൂറാവും, രാത്രി 24 മണിക്കൂറാവും.
1700 കിലോമീറ്റർ സ്പീഡിൽ പോയാലാണ് 24 മണിക്കൂർ കൊണ്ട് രാവും പകലും ഉണ്ടാവുക. അതിന്റെ പകുതി സ്പീഡിൽ പോയാൽ 24 മണിക്കൂർ പകുതി, 24 മണിക്കൂർ രാത്രി, 48 മണിക്കൂറാവും ദിവസം. നല്ല സുഖമില്ല, രാത്രിയുടെ ഉറങ്ങാനൊക്കെ പറ്റും. ഈ ചന്ദ്രന് വളരെ പതുക്കെയാണ് കറങ്ങാൻ. ചന്ദ്രൻ ഒരു റൗണ്ട് കറങ്ങാൻ 28 ദിവസം. നമ്മളെ ഇവിടുത്തെ 28 ദിവസമാണ് ചന്ദ്രന്റെ ഒരു ദിവസം. ഏതാണ്ട് 346 മണിക്കൂറാണ് ചന്ദ്രന്റെ പകൽ, അത്രയും സമയമാണ് ചന്ദ്രന്റെ രാത്രി. ഒരു 14 ഫുൾ ഡേ ആണ് ചന്ദ്രന്റെ പകല്, 14 ഫുൾ ഡേ ആണ് ചന്ദ്രന്റെ രാത്രി. ഇതുകൊണ്ട് എന്താണ് സൂര്യതാപം 348 മണിക്കൂർ ഇങ്ങനെ തട്ടി ചൂട് പിടിച്ച് 400 ഡിഗ്രി വരെ ചൂടാവും. രാത്രി തുടങ്ങിയ ഒടുക്കത്തെ രാത്രി അല്ലേ, സൂര്യതാപം കിട്ടാതെ ചന്ദ്രോപരിതലം തണുത്ത് -250 ഡിഗ്രി തണുപ്പാവും. 400 ഡിഗ്രി 100 ഡിഗ്രിയിൽ വെള്ളം താക്കും. പിന്നെ അവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടാകും. സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് പറ്റിയ വിധത്തിലാക്കി തന്നു. രാത്രിയും പകലും നമുക്ക് പറ്റിയ വിധത്തിലാക്കി തന്നു. ഈ ഭൂമിയെ നമുക്ക് പറ്റിയ വിധത്തിൽ കറക്കിയത് നമ്മളാരെങ്കിലും ആണോ? ശാസ്ത്രജ്ഞന്മാരാണോ? നേതാക്കന്മാരാണോ? അല്ല, ഭൂമി സ്വയം തീരുമാനിച്ചതാണോ? അല്ല. നമുക്ക് പറ്റിയ വിധത്തിൽ ഭൂമിയെ രാവും പകലും സെറ്റ് ചെയ്തത് ആരാ? ആരെങ്കിലും അതിന് പിന്നിൽ ഉണ്ടാവണ്ടേ? ശ്രദ്ധിക്കേ, മനസ്സിലാവട്ടെ, ആരാ സെറ്റ് ചെയ്തത്? പിന്നിൽ ശക്തി ഉണ്ടാവും, ശരിയല്ലേ? ഇനി ഇതന്നെ നിങ്ങൾ നോക്ക്, ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഇതിന്റെ സ്പീഡ് നിങ്ങൾക്ക് അറിയാം. കാരണം വിമാനം അവിടെ പൊന്തി നിന്നാലും വിമാനം പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നല്ല രസമല്ലേ? ഞാൻ ഭൂമിയിൽ ഒരു സെക്കൻഡ് വിട്ടേക്കാൻ പോവാണ്. ശരിക്കും ഞാൻ വീഴേണ്ടത് എവിടെയാണ്? 30 കിലോമീറ്റർ ദൂരല്ലേ എത്താം. പക്ഷെ അവിടെ തന്നെ വീഴാൻ കാരണം എന്താണ്? ഭൂമി കറങ്ങിയ അതേ സ്പീഡിൽ അന്തരീക്ഷത്തെ കറക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂല. ഭൂമിയേക്കാൾ പതുക്കെ പറക്കുന്ന വിമാനത്തിന്റെ പുറത്തൊരാളെ കെട്ടി തൂക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ മുകളിൽ നിൽക്ക്, ട്രെയിനിന്റെ മുകളിൽ നിൽക്കുന്ന ആളൊരു പൊന്നിയാളികൾ ഉണ്ടാവും. ട്രെയിനിൽ പോകുമ്പോൾ അല്ലേ? പക്ഷേ ഈ ഭൂമിയിൽ തന്നെ വീഴാൻ കാരണം ഭൂമി കറങ്ങുന്ന അതേ സ്പീഡിൽ അന്തരീക്ഷത്തെ കറക്കി എന്നുള്ളതാണ്. കാരണം അത് വലിയ ആസൂത്രണമാണോ നടന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇതിന്റെ പിന്നിൽ ആസൂത്രകനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും ഇല്ല. നമ്മൾ സ്കൂളിൽ എല്ലാ ശാസ്ത്രവശവും പഠിക്കും, പക്ഷെ ഏറ്റവും വലിയ കാപട്യം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിലെ ശക്തിയാണ്. ഇത് പഠിക്കുന്നില്ല. അന്ന് ഭൂമിയെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭൂമിയിൽ മാത്രമാണ് ജീവന്റെ അംശമുള്ളതായി നമുക്ക് കണ്ടിട്ടുള്ളത്. അതിനുവേണ്ടി അല്ലാഹു തആല പറഞ്ഞ പോലെ ഭൂമിയെ അല്ലാഹു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഭൂമിയിൽ അന്തരീക്ഷം, വെള്ളം, വായു, അതിന്റെ കറക്കം, രാവ് പകല്, വഴികള്, അതിന്റെ മണ്ണിൽ നിന്ന് സസ്യങ്ങള്, അതിലെ വായുവിന്റെ ഘടന എല്ലാം അല്ലാഹു ഭൂമിയെ പറ്റുന്ന രൂപത്തിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒത്തിരി ബുദ്ധിയുള്ള ആൾക്ക് ആലോചിച്ചുകൂടെ ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രകൻ ഉണ്ടെന്നുള്ളത്? ഞാൻ പറയാം, ചന്ദ്രൻ എവിടെയാ ചൂണ്ടിക്കാണിച്ചേ? ഇവിടെ എവിടെ? മുകളിൽ ഇല്ല. നമ്മള് കിടക്കുന്നതാ. ഞാന് ഭൂമിയില് ഇത് ഭൂമിയാണെങ്കിൽ ചന്ദ്രനിലേക്ക് പോയി. ചന്ദ്രൻ ഓക്കെ. ഇനി എങ്ങനെ ഭൂമിയിലേക്ക് വരും എന്ന് പറഞ്ഞു. താഴോട്ട് വരാൻ പറ്റില്ല. ഭൂമിയിലാക്കി പോകാൻ പറ്റുമോ? ഇതുപോലെ തന്നെ ഉരുട്ടിട്ടല്ലേ ചന്ദ്രൻ. ചന്ദ്രനെ ഉരുട്ടിട്ടല്ലേ? എവിടെ പോയാലും ചന്ദ്രൻ തന്നെ. പിന്നെ എങ്ങനെ താഴോട്ട് വരിക? മനസ്സിലായില്ല? ഈ മേശപ്പുറത്ത് നിന്ന് താഴോട്ട് വരാം, ഇങ്ങനെ വന്നിട്ട് താഴെ. പക്ഷെ ഉരുണ്ട സാധനത്തിന്റെ മുകളിൽ എങ്ങനെ താഴോട്ട് വരും? പക്ഷെ അത്ഭുതം എന്ന് പറയുന്നു, ചന്ദ്രൻ ചെല്ലുമ്പോഴേ ഭൂമി മോളിൽ. വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് ചെന്നപ്പോൾ അമ്മാവൻ ആകാശത്ത് എല്ലാം ഉയർന്ന വിധാനത്തിൽ സെറ്റ് ചെയ്തിരിക്കും. നമുക്ക് ഇതിലൊന്നും ഒരു പങ്കില്ല. ആരാ ഇതിന്റെ പിന്നിൽ ആസൂത്രണം? ഇപ്പൊ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം
ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ഏകദേശം എത്ര കിലോമീറ്റർ നിങ്ങൾക്ക് അറിയാം? 15 കോടി കിലോമീറ്റർ അകലെയാണ്. അതാണ് അടുത്ത് വന്നിരുന്നെങ്കിലോ, സൂര്യൻ അടുത്ത് വന്നിരുന്നെങ്കിലോ ജീവിക്കാൻ പറ്റുമോ? അകന്നു പോയിരുന്നെങ്കിലോ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റിയ സ്ഥാനത്ത് ഭൂമിയെ കൊണ്ടുവന്ന് നിർത്തിയതാരാ? നമ്മളെ നേതാക്കന്മാരോ ശാസ്ത്രജ്ഞന്മാരോ? അതല്ല, ഭൂമി ഞാൻ കൊണ്ടുവന്നോളാം, സൂര്യൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നോളാം, രണ്ടാളും തമ്മിൽ ധാരണയായതാണോ? ഇല്ല. ഭൂമിയെ നമുക്ക് പറ്റിയ സ്ഥാനത്ത് നിശ്ചയിച്ചൊരു ശക്തി. പക്ഷേ ആകാശഭൂമിക്ക് കൂടി ആരും ബേജാറായില്ല. ഞാൻ ചിന്തിച്ചാൽ തീരൂല കുറെ കാര്യം. സമീപങ്ങളോട് ചാടുക ഒന്നാണ് ഇരിക്കുന്നില്ല. ഞാൻ ഉഷാറായി നമ്മളെ സ്കൂളിൽ പോയി ആകാശം ഭൂമി മാത്രമല്ല പഠിക്കുന്നത്, ജീവികളെ കുറിച്ച് പഠിക്കുന്നില്ലേ? ജീവികളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതാണ് മനസ്സിലാവും. ഉമ്മ പ്രസവിച്ച കുഞ്ഞ്, നമ്മളെത്ര വലിയ കെങ്കമ്മമാരൊക്കെയാണെങ്കിലും ആ ഉമ്മ പ്രസവിച്ച കുഞ്ഞിന് ഒന്നിനും പറ്റില്ല. നടക്കാൻ പറ്റുമോ? വർത്താനം പറയുമോ? ഓടാൻ പറ്റുമോ? ചാടാൻ പറ്റുമോ? ഒന്നിനും പറ്റാത്ത ദുർബലനായ ഒരു കുഞ്ഞിനെയാണ് ഒരു ഉമ്മ പ്രസവിക്കുന്നില്ല. പക്ഷെ ഭാഗ്യത്തിന് ഉമ്മാക്ക് 2 കയ്യിൽ കുട്ടീനെ കൊണ്ടുനടക്കാം, പാല് കൊടുക്കാം, വളർത്താം. പക്ഷെ നമ്മളെ പോലത്തെ ഒരു കുട്ടിയാണ് പശുവിന് ജനിച്ചാലോ, പശു 2 കൊല്ലം കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കും. പക്ഷെ പശു എത്ര ദുർബലമാകട്ടെ, പ്രസവിച്ച് വീണ ഉടനെ പശുവിന്റെ കിടാവ് ചെയ്യും, ഓടിച്ചാട്ടി പാല് പിടിച്ച് നടക്കും. പശുവിന് പറ്റുന്ന വിധത്തിൽ അതിന്റെ കിടാവിനെ സെറ്റ് ചെയ്തു. ആസ്ട്രേലിയയിലുള്ള ഒരു ജീവി അതാ കങ്കാരു. കങ്കാരുവിന്റെ നേരിട്ട് കണ്ടവരുണ്ടോ? ഇല്ല. നമ്മള് ഒരു 5 അടി 6 അടി പെരുപ്പുള്ള ഒരു ജീവിയാണ് കങ്കാരു. ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേയും ചോദിച്ചിട്ടുണ്ട്. ഈ കങ്കാരു ആസ്ട്രേലിയയിലാണ് വളരുന്നത്. ഈ കങ്കാരുവിന്റെ പ്രത്യേകത എന്താണ്? 5-6 അടി പെരുപ്പുള്ള ഈ കുഞ്ഞ്, ഈ കങ്കാരുവിന് ജനിക്കുന്ന കുഞ്ഞ് വെറും 10 സെന്റിമീറ്റർ ഇത്രയുള്ളൂ. ശരിക്കും നമ്മളെ പോലത്തെ വലിപ്പമുള്ള കുഞ്ഞായിരിക്കണം. പക്ഷെ ഈ കുഞ്ഞ് ഇത്രയുള്ളൂ. ഈ കുഞ്ഞിനാണ് നടക്കാൻ വയ്യ, ഓടാൻ വയ്യ, ചാടാൻ പറ്റില്ല. കങ്കാരുവിനാണ് ഈ കുട്ടിനെ എടുക്കാൻ കൈക്ക് സ്വാധീനമില്ല. ഈ കൈക്കിങ്ങനെ ആടാനേ പറ്റും, നടക്കാൻ പറ്റില്ല, ചാടാനേ പറ്റും. എന്നാൽ നമ്മളാരെങ്കിലും കൊണ്ടടക്കാൻ വിചാരിച്ച മനുഷ്യ പറ്റുള്ള ജീവിയല്ല ആരെയും കങ്കാരു. കുടുങ്ങിയില്ലേ? കങ്കാരുവിന്റെ 2 കാലിന്റെ ഇടയിൽപ്പെട്ട ചാകാവുന്ന വലിപ്പം. പക്ഷെ എന്നിട്ട് പറ കങ്കാരുവിന്റെ പറയും വയറ്റത്തൊരു മടിയാണെങ്കില് വയറ്റത്തൊരു പൗച്ചുണ്ട്. തനിക്ക് ഇങ്ങനെ ദുർബലമായ ഒരു കുഞ്ഞാണ് ജനിക്കുന്നത് കരുതി കങ്കാരു ഏതെങ്കിലും തയ്യൽക്കാരൊക്കെ പോയി തയ്ച്ചിട്ടാക്കിയതാണോ? ആണോ? അല്ല. കങ്കാരുവിന് പറ്റുന്ന വിധത്തിൽ കങ്കാരുവിന്റെ വയറ്റത്ത് തന്റെ കുഞ്ഞിനെ ഇടാൻ പറ്റുന്ന പൗച്ച് ആരാണ് സെറ്റ് ചെയ്തത്? കങ്കാരുവാണ്. നമ്മളാരെങ്കിലും ഒരു ആസൂത്രണം അതിന് വേണ്ടി നടന്നിട്ടില്ലേ? ആസൂത്രണം നടന്നെങ്കിൽ പിന്നെ ഒരു ആസൂത്രണം ഉണ്ടാവില്ലേ? ഞാനൊരു കാട്ടുപോത്ത് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയുണ്ട്. അതിന്റെ പ്രത്യേകത ഇതിന്റെ കാട്ടരുമ ഒരു ഇനത്തിൽപ്പെട്ടതാ. ഇത് പ്രസവിച്ചാൽ കുഞ്ഞൊറ്റ ഒട്ടാണ്. പ്രസവിച്ചിട്ട് വീട്ടിൽ കുഞ്ഞോണ്ട് അമ്മ ഉണ്ട് തിരിഞ്ഞിട്ട് മോനാണോ മോളാണോ ആണാണോ പെണ്ണാണോ നോക്കുമ്പോഴത്തെ കുഞ്ഞിനെ കാണില്ല. അമ്മ അവസാനം ദുഃഖിതയായി മാറും. പക്ഷെ 4 ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞു വന്നിട്ട് നമ്മുടെ കൂടെ കൂടി പാൽ കുടിച്ച് വളരും. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഈ പശുവും മറ്റൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ അതിങ്ങനെ നാവ് കൊണ്ട് അതിന്റെ നക്കി വൃത്തിയാക്കും. പശു പ്രസവിച്ച നാവുകൊണ്ട് ഇങ്ങനെ കുറഞ്ഞേരെ നക്കി വൃത്തിയാക്കും. പക്ഷെ ഈ ജീവിയുടെ നാക്ക് ഏതാണ്ട് ഈർച്ചവാട് പോലത്തെ കാട്ടുപോത്താണ്. ഈർച്ചവാട് പോലത്തെ നാക്ക. ഒരു നക്ക് നക്കാൻ തൊലിപ്പുറത്തുള്ളതിലെ തൊലിക്കുള്ളിൽ അടക്കം അമ്മയുടെ വറ്റിപ്പോ. പക്ഷെ എന്റെ അമ്മയുടെ നാക്കി ജാതി കരിനാക്കാണെന്ന് കുട്ടി കണ്ടിട്ടില്ല. പെറ്റു മുന്നിട്ടോട് ഓടിക്കോ എന്ന് കുട്ടിനോട് ആരാ പറഞ്ഞത്? ഇനി എന്റെ അമ്മക്ക് എന്നെ നക്കാനുള്ള പ്രവണത നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ തൊലികൾ കട്ടിപ്രാപിച്ചിരിക്കുന്നു, ഞാൻ അമ്മയുടെ പാല് കുടിച്ചാണ് വളരേണ്ടത് എന്നീ കുട്ടിക്ക് പിന്നെ ബോധനം നൽകിയത് ആരാ? നമ്മൾ ഓരോ ജീവിയുടെ ജനന പ്രക്രിയ പരിശോധിച്ചാൽ ഞെട്ടിപ്പോ. ബാറ്റിന്റെ പ്രത്യേകത, ബാറ്റ് എന്ന് പറഞ്ഞാല് വവ്വാലിന്റെ പ്രത്യേകത, വവ്വാല്
സ്ഥലങ്ങളിൽ പ്രസവിക്കുന്ന ജീവിയാണ് മാംസ. പക്ഷെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാല് വവ്വാൽ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രസവിക്കില്ല. തുന്നാലത്ത് തല താഴെയായി കാല് മേലെയായി തൂങ്ങി കിടന്നിട്ടാണ് പ്രസവിക്കുക. പ്രസവിച്ചാൽ കുഞ്ഞിട്ടും താഴെ വീണ് ചെറിപ്പോകും. പക്ഷെ കങ്കാരുവിന് എങ്ങനെയുണ്ട്? കങ്കാരുവിന്റെ ചിറകിങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഒരു കൂട് പോലെ ആ കൂട്ടിലേക്കാണ് കുഞ്ഞു വീഴുക. വീണ് സെക്കൻഡുകൾക്കുള്ളിൽ കുഞ്ഞ് പടഞ്ഞ് പറന്നു. പറന്നു പോകും. നമ്മൾ ഓരോ ജീവിയുടെ ജനന പ്രക്രിയ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ഇതുണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു ജീവിയുടെ ചിന്തിക്കാൻ നമ്മളോട് പറഞ്ഞ ഒരു ജീവി അതാ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നിങ്ങൾ ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു നോക്കിയിട്ടുണ്ടോ? ഒട്ടകത്തിനെ നമ്മൾ എന്താ വിളിക്കല്? ഷിപ്പ ഡെസർട്ട്, മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകത്തെ വിളിക്കാറ് അല്ലേ? കാരണം മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ എല്ലാ അനുകൂലങ്ങളും ഒട്ടകത്തിനുണ്ട്. ദിവസങ്ങളോളം വെള്ളം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും നോ പ്രോബ്ലം. കാരണം ഇത് കുടിക്കുമ്പോ കുറഞ്ഞിട്ട് കുടിക്കോ, തിന്നുമ്പോ കുറഞ്ഞിട്ട് തിന്നും. കാരണം ഇത് പോണത് മരുഭൂമിയിൽ കൂടെയാണ്. വഴിയിൽ മുഴുവൻ ഹോട്ടലും ചായപ്പൊടിയൊന്നുമില്ല വെള്ളം കുടിക്കാൻ. കാരണം ഇതിന് കുടിക്കുമ്പോ കുറെ വെള്ളം കുടിക്കും. എന്നിട്ട് അതിനുള്ള സംവിധാനം ഒട്ടകത്തിലുണ്ട്. ചുട്ടുപടുത്ത മണ്ണിലൂടെയാണ് നടക്കുക. കാല് പൊള്ളിപ്പോകും. പക്ഷെ കട്ടിയുള്ള ആവരണം ഒട്ടകത്തിലുണ്ട്. കട്ടിയുള്ള ആവരണമുണ്ട്. കട്ടിയുള്ള ആവരണമുണ്ട്. നേരം പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ക്ഷീണായ. കട്ടിയുള്ള ആവരണം കാലിലുണ്ട്. അതുകൊണ്ട് കാല് മരുഭൂമിയിൽ ചവിട്ടിയാലും പൊള്ളലില്ല. നമ്മളെ കാലിലൊക്കെ ഒരു കാൽ പാദമുണ്ട്, നിലപാദം. ഇങ്ങനെ നടന്ന് 4 നടത്തം മണ്ണിൽ കൂടെ നടന്ന കാല് പൊടയും. പക്ഷെ ഒട്ടകത്തിന്റെ കാല് പോലെ സുഖായിട്ട് നടക്കാം. മണൽക്കാട്ടിലൂടെ നടക്കുമ്പോ കാറ്റടിക്കും. കാറ്റടിക്കുമ്പോ കണ്ണിൽ മണ്ണ് വീഴും അല്ലെ? പക്ഷെ ഒട്ടകത്തിന്റെ കണ്ണ് ഒരു പാട കൊണ്ട് അടച്ചു പിടിച്ചാൽ കണ്ണ് കാണുകയും ചെയ്യും, മണ്ണ് വീഴുകയും ചെയ്യില്ല. അങ്കമാലി കാണാൻ ആശുപത്രിയിൽ പോയിട്ട് ചെയ്യുന്നതാ. എന്തേ ആണോ? ഒട്ടകം ചെയ്തതാണോ? അതിന് കള്ളിമുൾ ചെടികൾ അതുപോലുള്ളതൊക്കെ തിന്നാലും ചുണ്ടിന് പോലെ നിൽക്കില്ല. അതിന്റെ നിറം മണ്ണിന്റെ നിറമാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാം. ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥികളില്ല. അതുകൊണ്ട് മരുഭൂമിയിലൂടെ സഞ്ചരിക്കാം. ഏറ്റവും പൊക്കം കൂടിയ ജീവി ഏതാ? ജിറാഫ്. പക്ഷെ ജിറാഫിന്റെ പൊക്കം തലയില. ഏറ്റവും വലിയ ഉടലുള്ള ജീവി ഏതാ? ആന അല്ലെ? ഉടലുമ്പ പൊക്കം കൂടിയ ജീവി ഏതാണ്? ഉടലുമ്പ പൊക്കം കൂടിയ ജീവി ആനയുടെ ഉടൽ അടിയനെ തുടങ്ങി. പക്ഷെ ഉടലുമ്പ പൊക്കം കൂടിയ ജീവി ഒട്ടക. കാരണം ഒട്ടകത്തിന്റെ ശരീരം ആനയേക്കാൾ ചെറുതാണെങ്കിലും ഒട്ടകത്തിന്റെ ഉടല് വലിയ കാലുകൾ കയറ്റി വെച്ചിരിക്കുക. കാരണം അടിയിൽ വളരെ പൊക്കത്തിലാണ് ഉടല്. എന്താ കാരണം? ഇതിന് നടക്കേണ്ടത് മരുഭൂമിയിലൂടെയാണ്. നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്ന ചൂടാണ്. അപ്പൊ മരുഭൂമിയിൽ നിന്നുള്ള ചൂട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ ഒട്ടകത്തിന്റെ ഉടല് പൊക്കത്തിലാണ്. ശരിക്കും നമ്മളെ ചൂട് എന്ന് പറഞ്ഞാല് മുകളിലേക്ക് പോകുമ്പോ സൂര്യൻ മുകളിലല്ലേ? മുകളിലേക്ക് പോകുമ്പോ ചൂട് കൂടാൻ ചെയ്യാ കുറേ ചെയ്യാ. എന്താ നിങ്ങളെ വിമാനത്തിൽ യാത്ര ചെയ്തവർക്കാരെ വിമാനത്തിൽ എഴുതി കാണിക്കും പുറത്തെ ചൂട് -20 ഡിഗ്രി 30 ഡിഗ്രി തണുപ്പാണ്. സൗദി അറേബ്യയിൽ ഇങ്ങനെ 50 ഡിഗ്രിക്ക് പോകുമ്പോ സൗദി അറേബ്യയുടെ മുകളിൽ കൂടെ പോണ വിമാനത്തില് -30 ഡിഗ്രി തണുപ്പാണ്. അതെന്താ? നമുക്ക് അനുഭവപ്പെടുന്ന ചൂട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്ന ചൂട്. അതിങ്ങനെ പോകുമ്പോൾ കുറഞ്ഞു പോയി വരും. അങ്ങനെയാണ് ഊട്ടി, കൊടൈക്കനാൽ, ഹിമാലയത്തിലൊക്കെ തണുപ്പ് വരുന്നത്. അപ്പൊ ഭൂമിയിൽ തട്ടുന്ന ചൂട് എങ്ങനെ വരുന്നത്? അത് റേഡിയേഷൻ സിസ്റ്റത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലിപ്പമുള്ള സൂര്യന്റെ പുറമത്തെ ചൂട് എന്ന് പറഞ്ഞാൽ 150 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ആ ചൂടിനെ റേഡിയേഷൻ സിസ്റ്റത്തിലാണ് ഭൂമിയിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താണ്? ഒട്ടകത്തിന്റെ ഉടൽ പൊക്കത്തിലാണ്. ഒട്ടകത്തിന് ഈ അനുകൂലങ്ങളൊക്കെ കിട്ടിയത് ഒട്ടകം സ്വയം രൂപപ്പെടുത്തിയതാണോ? മരുഭൂവാസികൾ ഒരുക്കി കൊടുത്തതാണോ? ശാസ്ത്രജ്ഞന്മാർ ചെയ്തു കൊടുത്തതാണോ? ആരാ ഒട്ടകത്തിന് ഈ സംവിധാനം ഒരുക്കി കൊടുത്തത്? അതിന്റെ പിന്നിൽ ഒരു ശക്തി. ശരിയല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇതില് ജീവിതത്തിൽ പാൽ കുടിക്കാത്തവരുടെ കുട്ടി ഇന്നേ വരെ പശുവിന്റെ പാൽ കഴിച്ചില്ല. ഞങ്ങളൊക്കെ കുടിച്ചിട്ടില്ല.
നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് പശുവിന്റെ പാൽ കുടിച്ചത്? പശു എന്തുകൊണ്ടാണ് പാലുണ്ടാക്കുന്നത്? പശു എന്തുകൊണ്ടാണ് പാലുണ്ടാക്കുന്നത്? അറിയില്ല. മുന്തിരി ജ്യൂസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കല്? മുന്തിരി അല്ലേ? ജ്യൂസ് എടുത്തിട്ട് വേസ്റ്റ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ. മുന്തിരി ജ്യൂസിലേക്ക് നമ്മൾ എടുത്തത് മുന്തിരിയാണ് അല്ലേ? പശുവിന് പാല് കിട്ടാൻ നമ്മൾ എന്തൊക്കെ കൊടുക്കല്? കഞ്ഞിവെള്ളം, ഓക്കപ്പൊടി, വൈക്കോല്, പിണ്ണാക്ക്, ഇതൊക്കെയാണ് കൊടുക്കുക. എന്നിട്ട് അത് കൊടുത്തിട്ടാണ് അതിന്റെ നീരാണെന്ത് അതിന്റെ പാലുണ്ടാവുന്നത് ആണില്ല. ശരി, അങ്ങനെ പാല് ഇനി പാല് എവിടുന്ന വരുന്നത്? അല്ലല്ല, ഖുർആൻ പറയാണ് മിമ്പൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായൽ ശാരി. ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും രക്തത്തിന്റെ ഒക്കെ ഇടയിൽ കൂടെ വരുന്ന പാല്. ഒരാൾ പശുവിന്റെ അകലിൽ സൂചി കൊണ്ട് കുത്തിയ പാലിന്റെ പുറത്തേക്ക് വരും. എന്താ വരിക? ബ്ലഡാ വരിക. അകലിൽ കുത്തിയ ബ്ലഡാ വരിക. പക്ഷെ ആ പാല് വരുമ്പോ അതിന്റെ ചാണകത്തിന്റെ അംശമില്ല, മൂത്രത്തിന്റെ അംശമില്ല, രക്തത്തിന്റെ അംശമില്ല. അതിൽ നിന്ന് അരിച്ചെടുത്താണ് പാല് വരുന്നത്. ഖുർആൻ പറയാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് അത്ഭുതകരമായ പാഠം. നമ്മളിങ്ങനെ ഓരോ ജീവിയെടുത്താണ്. ഇപ്പൊ തേനീച്ചയുടെ സിസ്റ്റങ്ങൾ പഠിച്ചിട്ടില്ലേ? അതിന്റെ ഗ്രൂപ്പ് അത് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു വശമുണ്ട്. തേനീച്ചയുടെ കൂട് എന്ന് പറയുന്നത് 6 വശങ്ങളുള്ള കൂടാണ്. ഇങ്ങനെ 1 2 3 4 5 6 വശങ്ങൾ. 6 വശമുണ്ട്. ഇനി അടുത്ത വർഷം ഉണ്ടല്ലോ അല്ലേ? ബാക്കി അങ്ങനെ വരച്ചാൽ പോലെ. പക്ഷെ ഇനി വരക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വശങ്ങൾ കൃത്യമാണെങ്കിലേ വരക്കാൻ പറ്റൂ. മനസ്സിലായ? കാരണം ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കണമെങ്കിൽ വശങ്ങൾ കൃത്യമാക്കണം. ആധുനിക എഞ്ചിനീയറിംഗ് സംവിധാനം പറയുന്നത് ഏറ്റവും കുറഞ്ഞ മെഴുകുകൊണ്ട് ഏറ്റവും കൂടുതൽ അറകൾ ഉണ്ടാക്കാവുന്ന സംവിധാനമാണ് ഈ 6 വശങ്ങളുള്ള കൂട്. കുറഞ്ഞ മെഴുകുകൊണ്ട് കൂടുതൽ അറുണ്ടാക്കാം. തേനീച്ച കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണോ? ആരാ തേനീച്ചയിൽ പഠിപ്പിച്ച്? മാത്രമല്ല ഒരു സ്കെയിലോ മീറ്ററോ ഉപകരണോ കൂടാതെ 6 വശവും കൃത്യമായി സെറ്റ് ചെയ്യുന്നു തേനീച്ച. അങ്ങനെ ഓരോ ജീവികൾക്കാർ മതി. ചില ജീവികൾക്ക് മസ്കറ്റിലൊരു പരിപാടി പോയി. അപ്പൊ പരിപാടി പറഞ്ഞു ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരാമ വരുന്ന കാലമാണ്. ഒക്ടോബർ നവംബർ കാലത്താണ്. നമ്മളൊന്ന് കാണാൻ പോകുന്നത് സൂറ അങ്ങനെയുള്ള സ്ഥലത്ത്. ഞാൻ പോയി നോക്കുമ്പോൾ എന്താണെന്നറിയോ? കടലിലേക്ക് ആമ ഇങ്ങനെ വന്നിട്ട് ഒരാമ എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരുടെ മുകളിൽ കയറില്ല. ആ ജാതി ഒരുപ്പുള്ള കേട്ടാ. ഇനി അതിന്റെ രസം എന്താ? ആമ ഇങ്ങനെ കയറി വന്നിട്ട് ആമ ഒരു കുഴി കുടിക്കും. കാലുകൊണ്ട് ഇങ്ങനെ മാന്തി കുടിക്കും. ഈ കബർ കണ്ടിട്ടില്ലേ? കബറിന്റെ ഉള്ളിൽ കയറി ഉൾക്കബർ നടത്തുന്നുണ്ടാവും. ഇങ്ങനെ വെക്കണമെന്ന് പിന്നെ ഒരു ഇതേപോലെ ആദ്യം ഒന്ന് നന്നായി ചെറുതായി കുളിച്ചിട്ട് പിന്നെ ഒന്ന് പരത്തിയിട്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഈ ചെറിയ കോഴിമുട്ടയുടെ വെളുപ്പുള്ള ഒരു 10-250 ഒന്നിച്ചിട്ടുണ്ട് ഈ കുഴിയിട്ട്. എന്നിട്ട് ആമ തന്നെ എന്ത് ചെയ്യും? കാലുകൊണ്ട് മൂടിയിട്ട് കടലിലേക്ക് ഇറങ്ങിപ്പോകും. ലോകത്ത് അങ്ങനെ 2 സ്ഥലത്തേ ഉള്ളൂ. എന്നിട്ട് ഈ ആമ പോണത് 10,000 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്കാണ്. എന്നിട്ട് ആമ അങ്ങനെ പോകും. ഈ കുഞ്ഞുങ്ങൾ കുറെ കാലം കഴിഞ്ഞു വിരിയും. വിരിഞ്ഞ ഇതേ കുഞ്ഞുങ്ങൾ കടലിലേക്ക് ഇറങ്ങിയിട്ട് ആമ പോയ വഴിക്ക് പോകും. ആരും കാണിച്ചു കൊടുക്കാനില്ല. എന്നിട്ട് കാലങ്ങളോട് അവിടെ താമസിക്കും. മുട്ടടാൻ കാലാകുമ്പോ അവരെന്ത് ചെയ്യും? ആരും വഴി കാണിച്ചു കൊടുക്കില്ല. ഇവിടേക്ക് കയറി വരും. എന്നിട്ട് ഇവിടുന്ന് മുട്ടക്കിട്ട് പോകും. ആരാണ് ആരതൊക്കെ സെറ്റ് ചെയ്യുന്നത്? ഓരോന്നും നമ്മളിങ്ങനെ ആലോചിച്ചാൽ ഞെട്ടിപ്പോകും. പക്ഷികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. അയ്യോ, പക്ഷികൾ ഞെട്ടിപ്പോണത്. ചില പക്ഷികൾ 11 ദിവസം തുടർച്ചയായിട്ട് പറയും. ഒരു കടലിന്റെ അറ്റത്ത് നിന്നാണ് തുടങ്ങിയ മറുഭാഗത്തേക്ക് പറക്കുന്ന പക്ഷികൾ. കിലോമീറ്റർ സ്പീഡിൽ 160 കിലോമീറ്റർ സ്പീഡിൽ പറക്കുന്ന പക്ഷികളുണ്ട്.
ചില മത്സ്യങ്ങളുണ്ട്, അത് ഒരുപാട് 1000 കിലോമീറ്ററുകൾ പലപടിക്ക് താണ്ടി 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 വന്ന് എന്നിട്ട് പിന്നെ അതിന്റെ കുഞ്ഞുങ്ങൾ അതേപോലെ പോകും. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ആസൂത്രണം ഞാൻ ആരെങ്കിലും നമ്മളിതൊക്കെ സയൻസിൽ പഠിക്കും, പക്ഷെ ഇതിന്റെ പിന്നിൽ ആസൂത്രങ്ങളെ കുറിച്ച് പറയില്ല. ഈ ജീവികൾ മാത്രമല്ല, സസ്യങ്ങൾ ഭക്ഷണം കഴിക്കാനായ ക്ഷീണായ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എത്ര എണീക്കാൻ പറ്റില്ല, ഒന്ന് എണീക്കുന്നത് നല്ല ശരിയിരിക്കുക കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിക്കുന്നുണ്ടായി. സസ്യങ്ങളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ പറഞ്ഞു, സസ്യങ്ങളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം നിങ്ങൾ മുൻകൂരാതെ തീർച്ചപ്പെടുത്തിയില്ല. സസ്യങ്ങളെ കൊണ്ടുള്ള ഉപകാരം എന്താ? ഒരു ഉപകാരമുണ്ട്, ഭക്ഷണം. പിന്നെ അതിനേക്കാൾ വലിയ ഉപകാരം എന്താ? പറയില്ലേ, ഓക്സിജൻ. സസ്യങ്ങളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം, സസ്യങ്ങൾ നമുക്ക് ഓക്സിജൻ. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. ഉറപ്പല്ലേ? ആർക്കെങ്കിലും പിന്നെ അഭിപ്രായം? സസ്യങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജനാ ആണോ? പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് മാറിയാ ആരില്ല കൂടെ? വെരി ഗുഡ്. ഇപ്പൊ മാഷൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം. ഞങ്ങളൊക്കെ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സസ്യങ്ങളല്ല, അപ്പൊ എന്റെ ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. അങ്ങനെയല്ല, സസ്യങ്ങളല്ല, എല്ലാ ജീവനുള്ളവയും ശ്വസിക്കുന്ന വാതകം ഓക്സിജനാണ്. തെറ്റിപ്പോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി പറയുന്നത്. ശരി, ഈ രണ്ടാമത്തെ കാര്യം, ഈ സസ്യങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല്, സസ്യങ്ങൾ പകൽ സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസിന് വേണ്ടി അബ്സോർബ് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്യും. ശരിയല്ലേ? അപ്പൊ പകൽ സമയത്ത് അനദർ പ്രോസസ്സാണ്. അതായത് റെസ്പിറേഷൻ വേറെ പ്രോസസ്സാണ്, ഫോട്ടോസിന്തസിസ് വേറെ പ്രോസസ്സാണ്. ഫോട്ടോസിന്തസിസിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, അനദർ പ്രോസസ്. ഓക്കെ, മനസ്സിലായില്ലേ? പക്ഷേ ഒന്ന് ആലോചിച്ചോക്കെ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ. വെരി ഗുഡ്. എത്ര പെർസെന്റാ? 78%. വെരി ഗുഡ്. പിന്നെ ഏറ്റവും കൂടുതലുള്ള ഓക്സിജൻ. ഓക്സിജൻ എത്ര പെർസെന്റാ? 21%. കാർബൺ ഡൈ ഓക്സൈഡ് 0.03% ഉണ്ട്. ബാക്കി എല്ലാം കൂടി 1% ഉണ്ട്. അങ്ങനെ 99 ആയില്ലേ? ഞാൻ ചോദിക്കുന്നത് 78% നൈട്രജൻ എന്തിനാ? പ്ലാന്റ്സിനൊക്കെ 1% വേണ്ട, 2%. എന്നാൽ 78% നൈട്രജൻ ആക്കി അതാക്കി 90% ഓക്സിജൻ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് നല്ലതായി ശ്വസിച്ചാണ്. എന്താ പറ്റേ? സത്യത്തിൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേമബിൾ, കത്താൻ സഹായിക്കുന്ന വാതകം. നിങ്ങൾ സ്കൂളൊക്കെ പോയിട്ട് കോളേജിലൊക്കെ പോയിട്ട് ഈ കേമനോഫോർ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിൽ ചൂടാക്കിയാൽ ഓക്സിജൻ റിലീസ് ചെയ്യും. എന്നിട്ട് ഒരു ഈക്കിരി കത്തിച്ചിട്ട് അതിന്റെ കനലിൽ ടെസ്റ്റ് ട്യൂബിന്റെ മുകളിൽ വെച്ചാൽ പൂത്തിരി കത്തുമ്പോൾ, കാരണം ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്. അങ്ങനെയാണ് 21% ഓക്സിജൻ കത്താക്കുന്ന 78% നൈട്രജൻ ഉള്ളത് കൊണ്ട്, 78% നൈട്രജന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് 21% ഓക്സിജൻ കത്താത്തത്. ഈ സസ്യങ്ങളെ ഇത് ചെയ്തു. ഈ സസ്യങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെ? സസ്യങ്ങളാണല്ലോ ബേസിക് പ്രൊഡ്യൂസേഴ്സ്. അവർ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഒന്ന് സൺലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ എനർജി അല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, കഞ്ഞിയിൽ അടങ്ങുന്ന മെറ്റീരിയൽസ് എന്തൊക്കെ? കഞ്ഞി, അരി, വെള്ളം, ഉപ്പും അല്ലേ? ഇത്രല്ലോ. അല്ലാതെ കഞ്ഞിയിൽ അടങ്ങിയ റോ മെറ്റീരിയൽസിന് കലം, ചട്ടി, തീയെന്നാരെങ്കിലും പറയും? ഇല്ല. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കാൻ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്?
അടങ്ങിയ ഭക്ഷണം ഉണ്ടാക്കാൻ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഇതാ. ഒന്ന് വെള്ളം H2O plus CO2 മാത്രം is equal to carbohydrate plus oxygen. വെറും പച്ചവെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും മാത്രം ഉപയോഗിച്ച് ശ്രദ്ധിക്കാം, വെറും പച്ചവെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും മാത്രം ഉപയോഗിച്ച് തേങ്ങ, ചക്ക, മാങ്ങ, പഴം എല്ലാ വൈവിധ്യം വന്ന 10,000-കണക്കിന് ഭക്ഷണം. കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം ഉപയോഗിച്ച് പച്ചവെള്ളം, കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം ഉപയോഗിച്ച് മാങ്ങ, കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം ഉപയോഗിച്ച് ചക്ക. ഇനി ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സസ്യങ്ങൾ എവിടെ വെച്ചാ പറയും? എവിടെ? തേങ്ങ ഉണ്ടാക്കുന്നത് എവിടെ വെച്ചാ? തെങ്ങിന്റെ ഉണ്ടാക്കുന്നത് എവിടെ വെച്ചാൽ പറയും? ഇലക്ക നിങ്ങൾ ഇവിടെ പറയില്ലേ? തെങ്ങിന്റെ ഇലക്ക എന്താ പറയില്ലേ? ഓലയിൽ വെച്ചെന്തോ പറയാതെ. തേങ്ങ ഉണ്ടാക്കുന്നത് തെങ്ങിന്റെ ഓലയ്ക്ക്. ഓലയ്ക്ക് തേങ്ങ ഉണ്ടാക്കുന്ന ഈ 2 സാധനം വേണം. ഏതൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളം. വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ് ഇലയുടെ അടിയിലുള്ള സ്റ്റോമാറ്റയിലൂടെ കിട്ടും. വെള്ളം മഴ പെയ്യുമ്പോഴാ അല്ല, റൂട്ട് വലിച്ചെടുക്കുന്ന വെള്ളം എവിടെ എത്തണം? ആ പൊക്കുള്ള ഓലയിലെത്തണം. അങ്ങനെ എത്തണമെങ്കിൽ എങ്ങനെ വേണം? എത്ര വർഷമുള്ള മോട്ടർ വേണ്ടി വരും? പക്ഷെ നനഞ്ഞ മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് അത് സൈലന്റ് ട്യൂബിലൂടെ പ്രത്യേക പ്രഷറിൽ ഓലയിൽ ഇപ്പൊ വെള്ളം എത്തി, കാർബൺ ഡൈ ഓക്സൈഡ് എത്തി. ആ ഓലയിലാണ് തേങ്ങ ഉണ്ടാക്കിയിട്ട് ഫ്ലോയിൻ ട്യൂബിലൂടെ കലിക്കും കൂടത്തെ. നമ്മൾ ഈ പരിക്കാട്ട സയൻസൊക്കെ പറഞ്ഞില്ല, ഇപ്പോഴും തെങ്ങാണോ തേങ്ങയാണോ അതിൻ്റെ ആയിട്ട് പോവുക. കാരണം നമ്മൾ വരുന്നതിന് കൂടെ എന്തുണ്ട്? തെങ്ങുണ്ട്, തേങ്ങയും. ഈ ആസൂത്രണം ആരുണ്ടാക്കിയതാ? ഒരു തെങ്ങ എത്ര തേങ്ങ ഉണ്ടാക്കി തരുന്നത്? പല രസത്തില് പറയുന്നുണ്ട്, തേങ്ങയ്ക്ക് ജീവനുണ്ടോ? തെങ്ങിന് ജീവനുണ്ടോ? ഉണ്ട്. തേങ്ങയ്ക്ക് ജീവനുണ്ടോ? എന്താ തേങ്ങക്കോ? ജീവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പറയും. ജീവനുള്ളവ ശ്വസിക്കൂ. തേങ്ങ ശ്വസിക്കുന്ന ഇല്ല. ജീവനുള്ളവ വളരും. ഇതൊന്നും തേങ്ങയ്ക്കില്ലല്ലോ. തേങ്ങയ്ക്ക് ജീവനുണ്ടോ? ഉണ്ടോ? ഇല്ല. തെങ്ങിന് ജീവനുണ്ട്. പക്ഷേ ജീവനില്ലാത്ത തേങ്ങ മണ്ണിനകത്തിട്ടിട്ട് വെള്ളം തട്ടുമ്പോ ജീവനുള്ള തെങ്ങായി മാറുന്നു. ഇത് വന്നില്ലാത്ത പറഞ്ഞ ജീവനില്ലാത്ത നിങ്ങളെ നാളാണ്ട് മറവ് ചെയ്താൽ ജീവനുള്ള മനുഷ്യനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സസ്യങ്ങൾ നമ്മൾ അത്ഭുതമാണ്. ആ വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നതും അതാകുന്നതും ആസൂത്രണം എല്ലാ വൈവിധ്യമാർന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ. ഇനി സമയം കൊള്ളോടെ വെച്ചാൽ ഇനി നമ്മൾ സയൻസിൽ വേറെ പഠിക്കുന്ന ശരീരത്തെ കുറിച്ച് പഠിക്കും. നമ്മുടെ ശരീരം വലിയ അത്ഭുതമാണ്. അകത്തോടെങ്കിലും എന്തെങ്കിലും ഉണ്ടതില്ല. വിസർജന വ്യവസ്ഥ, രക്തപരിചരണ വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, പിന്നെ ഒരുപാട് സംവിധാനങ്ങൾ. ഞാൻ മുമ്പ് ഒരു പുസ്തകത്തിൽ വായിച്ചത് ഒരാളുടെ ശരീരത്തിലുള്ള സെറ്റിങ്സ് ഭൂമിയിൽ റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ യൂറോപ്പ് വൻകരയുടെ സമ്പത്ത് മതിയാവില്ല. കാരണം ഒരാളെ ശരീരത്തിലുള്ള അത്രയും രക്തക്കുഴലും ഞരമ്പ് കൊടുത്താൽ ഭൂമിയെ 2 വട്ടം ചുറ്റാം. എന്നിട്ട് കുറച്ച് ബാക്കിയുണ്ടാവും. അതിലൊന്ന് പണിഞ്ഞാൽ പിന്നെ ന്യൂറോളജിസ്റ്റിന് എന്തുകൊണ്ടോ കാശ് കൊടുക്കേണ്ടി വരും. നമ്മൾ കഴിക്കുന്ന നിറമുള്ള, മണമുള്ള, മധുരമുള്ള ജ്യൂസ് അതാണ് കഴിച്ചു. കുറച്ച് കഴിയുമ്പോ മറ്റൊരു മണമുള്ള, മറ്റൊരു നിറമുള്ള യൂറിനായിട്ട് പുറത്തേക്ക് വരും. 10 ലക്ഷം നെഫ്രോണുകളിൽ നിന്നാണ് അത് അരിച്ചത്. നമ്മൾ കഴിച്ചത് ബിരിയാണിയാണ്, പക്ഷെ നേരെ പുറത്തപ്പുറത്തിന് ആയത് വേറൊരു സാധനം. നമ്മളാരെങ്കിലും അറിഞ്ഞോ? നമ്മൾ അറിയാതെ അത്ഭുതകരമായ സംവിധാനം അതിന്റെ ശരീരത്തിൽ വരികയാണ്. നമ്മുടെ ശരീരത്തിൽ നിരന്തരം രക്തം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന ശരീരത്തിലെ മാലിന്യങ്ങളെ വലിച്ചെടുക്കുന്ന സംവിധാനം. ഒരാളെ ശ്വാസകോശങ്ങൾ നിവർത്തി വെച്ചാൽ ഈ ഹോളിനേക്കാൾ വലിപ്പമുണ്ടാവും. നമ്മള് എന്തെങ്കിലും കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഒക്കെ സംവിധാനത്തെ ശരീരത്തിൽ കാണുന്നത് വിചാരിക്കുക. കാണുന്നത് എന്തുകൊണ്ടാ? കണ്ണോണ്ടാണോ? ആണോ? അല്ല. അപ്പൊ ഞാൻ കണ്ണട വെച്ചിട്ട് എന്നിട്ട് ഞാൻ പറയാം കാണുന്നത് കണ്ണട കൊണ്ടാണെന്ന് പറയും. ഒരാള് കാണുന്നത് കണ്ണട കൊണ്ടാണെന്ന് പറയോ?
ഇല്ല. ശരിക്കും കാണുന്നത് എന്തുകൊണ്ടാണ്? ബ്രെയിനുണ്ടാ. ശരിക്കും കാണാനുള്ള ഉപകരണം മാത്രമാണ് എന്ത്? കണ്ണ്. ഇപ്പൊ ഞാൻ കണ്ണടച്ചു, തുറന്ന വഴിക്ക് നിങ്ങളുടെ ഒക്കെ തലകീഴായ പ്രതിബിംബം എന്റെ കണ്ണിന്റെ റെറ്റിനയിൽ പതിയും. എന്നിട്ട് റെറ്റിനെ നിങ്ങളെ കുറിച്ച് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തലച്ചോറ് പറഞ്ഞു മറിഞ്ഞിരിക്കണ തലച്ചോറ്. അപ്പോഴാണ് അത്ര ഞാൻ നിങ്ങളെ കാണുന്നത്. ഇതിനെത്ര സമയം വേണം? അപ്പോഴേക്കും എല്ലാവരും ഒന്ന് കൊടുത്തു. ഞാൻ എന്നുള്ള ശബ്ദം പറഞ്ഞാൽ അത് നിങ്ങളെ ചെവിയിലെ കർണപുടത്തിൽ തട്ടി ഇംഗസ് സ്റ്റേബിയസ് മാരിയസ് ആ എല്ലുകളിൽ ചലനം ഉണ്ടാക്കി തലച്ചോറിന് വിവരത്തുമ്പോഴാണ് എന്ന് കേൾക്കുന്നത്. ഇതിനെത്ര സമയം വേണം? എന്തൊക്കെ സംവിധാനമാണ് ഈ ശരീരത്തിൽ! ഇത് നമ്മളാരെങ്കിലും ചെയ്തതാണോ? നമ്മൾ വന്നിട്ടുണ്ടാക്കിയ മൂക്കാണോ? നമ്മൾ വന്നിട്ടുണ്ടാക്കിയ കണ്ണാണോ? നമ്മൾ വന്നിട്ടുണ്ടാക്കിയ ചെവിയും കേൾവിയുമാണോ? നമ്മൾ വന്നിട്ടാണോ നമ്മുടെ ആമാശയം രൂപപ്പെടുത്തിയത്? അതെല്ലാം വേറെ ഏതെങ്കിലും പുറത്തു വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്തതാണോ? ആരാ മനുഷ്യന് മറ്റും ജീവിക്കും വിധം ഈ ശരീരത്തെ സെറ്റ് ചെയ്തത്? ഞാൻ നിങ്ങളുടെ ദിവസം ഒരാളെ എത്ര ആളുകൾ നിങ്ങൾ പഠിച്ചത്? 7 ആൾ. ബാക്കി 6 ആളുകൾ കണ്ടു നിങ്ങളെ പോലെ. ചിലപ്പോ സൗദി രാജാവിന്റെ മോളോ അമേരിക്കൻ പ്രസിഡന്റ് മൂലോ ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ആണോ? ഒരാളെ പോലെ 7 ആളില്ല. അങ്ങനെ നമ്മള് പ്രശസ്തരല്ല. പ്രശസ്തനായ നരേന്ദ്രമോദിനെ പോലെ 7 നരേന്ദ്രമോദി ഉണ്ടാവട്ടെ. അന്നാ ഒന്നോണ്ടന്നെ കൂടി കേൾക്കാം. 7 കൂടി വന്നാ പറയില്ല. അങ്ങനൊന്നില്ല. നരേന്ദ്രമോദിനെ പോലെ ഒരാളില്ല. അങ്ങനെ നമ്മള് 7 ഞങ്ങളുടെ കാലത്തൊക്കെ സച്ചിൻ ടെണ്ടുൽക്കറാ. 7 സച്ചിൻ. നിങ്ങളെ കാലത്താരാ? പുതിയ ആൾക്കാരെത്താരാണ് കളിക്കുന്നത്? വിരാട് കോഹ്ലി ആരെങ്കിലും കാര്യം 7 ആളെ വെച്ച് കളിക്കാൻ പോലെ ഇല്ല. ഒരാളെ പോലെ വേറൊരാളില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ ശാസ്ത്രം പറയുന്നത് എന്താ നിങ്ങൾക്കറിയോ? ഒരാളെ പോലെ ഒരാൾക്കുള്ള ഒന്നും വേറൊരാൾക്കില്ല. അതായത് ഒരാൾക്കുള്ളത് വേറൊരാൾക്കില്ല. ഇപ്പൊ എന്റെ മുടി പോലെ ലോകത്ത് ഒരാൾക്കും മുടിയില്ല. അത്ര പോരിശാക്കപ്പെട്ട മുടിയായിട്ടൊന്നുമില്ല. എന്റെ മുടി എനിക്ക് മാത്രം. ഒരു കള്ളൻ കക്കാൻ കയറിയെടുത്ത് ഒരു മുടിക്കഷ്ണം വീണാൽ ആ മുടിക്കഷ്ണം ഉപയോഗിച്ച് ലോകത്തെ മനുഷ്യന്മാരിൽ ആരാണ് ആ കള്ളന് കണ്ടുപിടിക്കുക? 700 കോടി മനുഷ്യർ ജീവിക്കുന്നു. ആയിരക്കണക്കിന് കോടി മനുഷ്യർ മരിച്ചുപോയി. എല്ലാവരുടെയും മുടി ഒന്നിനൊന്ന് പ്രകടമായ വ്യത്യാസം. കണ്ണ് വ്യത്യസ്ത, മൂക്ക് വ്യത്യസ്ത. അപ്പൊ ഗൾഫിലൊക്കെ പോകുമ്പോ പണ്ട് പാസ്പോർട്ട് നോക്കിയിരുന്നു. പാസ്പോർട്ട് നല്ല നോക്കി ഞങ്ങളോട് പറയുന്നത് നോക്കിയിരുന്നു. ഞാൻ നാളെ ആ ക്യാമറയ്ക്ക് നോക്കിയപ്പോ എനിക്ക് ഫോട്ടോ കിട്ടും. കാരണം എന്റെ കണ്ണ് എനിക്ക് മാത്രം. നമ്മള് വരലിങ്ങനെ വെച്ചു കൊടുത്താൽ അതെടുക്കാൻ പോയപ്പോ നമ്മളെ ഫോട്ടോ ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് ഒരാളുടെ പല്ല് പോലെ വേറൊരാൾക്കില്ല. നിങ്ങളെ ഈ ചുവന്ന മണ്ണ് എന്ന് പറഞ്ഞ ഇവിടെ അടുത്ത സ്ഥലം ചുവന്ന മണ്ണ് ചേകുന്ന സ്ഥലം ചേകുന്ന പോലെ ജോലിയുണ്ട് വധക്കേസിന്റെ. അതിലെ പ്രശ്നം എന്താണെന്ന് ഈ മൗലവിയെ കൊന്നാലും സാധാരണ കൊന്നാലും കൊന്ന പ്രതിനെ കിട്ടില്ല. പക്ഷെ മൗലവിയുടെ കേസിലുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ കൊന്ന പ്രതികളെ കിട്ടി. അവനാണ് ശിക്ഷിച്ചൂടെ. പക്ഷെ ശിക്ഷിക്കണമെങ്കിൽ പ്രശ്നമുണ്ട്. മൗലവി കൊല്ലപ്പെട്ടു എന്നറിയാം. അതിന് മൗലവിയുടെ ബോഡി കിട്ടിയില്ല. അപ്പൊ മൗലവിയുടെ ബോഡി കൊന്നോരോട് ചോദിച്ചു. അവർ സമയത്ത് കൊന്നു. അപ്പൊ കൊന്നോരെ ശിക്ഷിക്കണമെങ്കിൽ ബോഡി കിട്ടണ്ടേ? കോടതിക്കാൻ വേണം. അപ്പൊ ഇവരോട് ചോദിച്ചു എവിടെ ഉണ്ടാകുക? ഞങ്ങൾ 15 കൊല്ലം മുമ്പ് 12 കൊല്ലം മുമ്പ് ഞങ്ങൾ ചുവന്ന മണ്ണിൽ എന്ന സ്ഥലത്ത് കുടിച്ചിട്ടുണ്ട്. അവിടെ മാറ്റി അവിടെ മൂല ഉണ്ടാവും. 15 കൊല്ലം മുമ്പ്. പക്ഷെ ഒരു 8 കഷ്ണം കിട്ടിയാൽ മൂലയുടേതാണെന്ന് കണ്ടുപിടിക്കാം. ഒരു 10 കഷ്ണം കിട്ടിയാൽ മൂലയുടേതാണെന്ന് കണ്ടുപിടിക്കാം. പക്ഷെ അവിടൊപ്പം തന്നെ മറ്റിക്കണം. അങ്ങനെ സിനിമ ഉണ്ടായി ബോഡി അവിടുത്തേതാണ് മറ്റി. അപ്പൊ സംഭവം എന്താന്ന് പറഞ്ഞാല് ഒരാളുടെ പല്ല് പോലെ വേറൊരാൾക്കില്ല, ഇല്ല് പോലെ ഇല്ലാമോ. ഇനിയിപ്പോ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു മണമുണ്ട്. അതുകൊണ്ടാണ് പോലീസ് നായൊക്കെ കണ്ടുപിടിക്കുന്നത്. എല്ലാവരുടെ ഗുണവും വ്യത്യസ്തം. എന്നെ പരിചയമുള്ള ആളുകൾക്ക് എന്റെ ശബ്ദം അവിടുന്ന് കേട്ടാൽ പറയും അമിത്ഷായും ക്ലാസ് എടുത്തിരിക്കുന്നു. കാരണം എന്റെ ശബ്ദം എനിക്ക് മാത്രം. ലോകത്ത് 600 കോടി മനുഷ്യർക്ക് വ്യത്യസ്ത ശബ്ദം, വ്യത്യസ്ത മണം, വ്യത്യസ്ത എല്ലാം വ്യത്യാസം. അത്ഭുതമല്ലേ? എങ്ങനെ ഇത് സാധിക്കുന്നത്? നമ്മുടെ ഈ തള്ളവരിലെ രേഖാചിത്രം വ്യത്യസ്തം. ഇനി നോക്കിയേ, നമ്മള് ഒരാളെ പോലെ സാധാരണ ഈ കെട്ടിടത്തിന് കൊടുത്തിട്ട് 10 ആളെ കാണിച്ചാൽ 10 അഭിപ്രായം. ഇവിടെ ഒരു വാചകമൊക്കെ ആയിരുന്നു, അത് അവിടെ ഒരു ജനതാക്കായിരുന്നു. ഇങ്ങനെ പല അഭിപ്രായം പറയില്ലേ? നമ്മുടെ ഈ മോഡലുകളുടെ അഭിപ്രായം പറഞ്ഞ
മൂക്ക് ഇങ്ങനെ പോലെ മൂക്ക് കുറച്ച് നിങ്ങളുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക പറ്റുമോ? കണ്ണിന്റെ ഈ കണ്ണിന് ഇവിടെ രണ്ട് കണ്ണുവിടെ ഇതിനേക്കാൾ പത്ത് നല്ല സ്ഥലങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇവിടെ എല്ലാം കണ്ടിരുന്നു, വേറെ എവിടെ കണ്ടിരുന്നു? ട്രെയിനിന്റെ കണ്ണു പോലെ ഇവിടെ ഇറങ്ങില്ല. പിന്നെ എന്നോട് കുട്ടി പറഞ്ഞു ഇവിടെ വെച്ചാൽ മാഷേ കുഴപ്പമില്ല. എന്താ ചോദിച്ചപ്പോ ഇനി കാണാം, തിരിഞ്ഞു നോക്കാതെ പിന്നീട് കാണാം. അപ്പൊ തന്നെ വേറെ ചാടി ഇടിച്ചിട്ട് അയ്യോ മാഷേ പ്രശ്നമാണ്, കാരണം നല്ല മുളകേറികളൊക്കെ ചോറാണ് കഴിക്കണമെങ്കിൽ കണ്ണിന്റെ കഥ പോകണം. ഈ കണ്ണിന് പറ്റിയ സ്ഥാനം ഇത് തന്നെ. ഈ ചെവിക്ക് പറ്റിയ വലിപ്പം ഞാനും ചെവിയാണെങ്കിലോ ഇപ്പൊ ഈ കെട്ടിടത്തിന്റെ ഇളം മഞ്ഞ കളറാണ് ഇപ്പൊ ഇത് വിചാരിക്കുക. 4 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ നീല കളറാണില്ല. നമുക്ക് ഇപ്പൊ ഞാൻ ഈ ഷർട്ടാണ് ഇട്ടുള്ളത്, നിങ്ങൾ വേറെ നീല കറുപ്പൊക്കെ ഇട്ട് നമുക്ക് കളർ മാറി ഇട്ടുള്ള ഇഷ്ടമാണ് അല്ലെ. ഞാനൊരു അഭിപ്രായം പറയട്ടെ, നമ്മുടെ പല്ലിന്റെ കളറ് മുടിയുടേതും മുടിയുടെ കളറ് പല്ലിന്റേതും വയ്ക്കാൻ എങ്ങനെ ഉണ്ടാവും? എന്തേ ഒരു ചേഞ്ച്, നല്ല വെളുത്ത മുടിയും നല്ല കറുത്ത പല്ലും പക്ഷേ ഈ തളവ് ഈ കല്ലിന്റെ വിരല് 5 വിരൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വേണ്ട, വേറൊരു രീതിയിൽ സെറ്റ് ചെയ്യാൻ ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റും. ഈ തള്ളവിരലിന്റെ സ്ഥാനം ഇത് തന്നെ, ഇതിന്റെ വണ്ണം ഇത് തന്നെ. ഈ 4 വിരലും മാത്രമുള്ളെങ്കിൽ ഒരു കാര്യം നടക്കൂല. ഈ തള്ളവിരലും കൂടി ഉള്ളതാണ്. ആ തള്ളവിരൽ ഇങ്ങോട്ട് മാറ്റി വെച്ചോണ്ടാണ്. ഈ മനുഷ്യനെ കണ്ടാൽ സ്വന്തം ശരീരത്തെ കുറിച്ച് പഠിച്ച ആൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാം. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് സമയം കുറവുള്ള ചുരുക്കാണ്. മഴയത്ത് പോകുന്ന ക്ലാസ് ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഇതിന്റെ വിഷയം ചുറ്റിയാണെങ്കിൽ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ഞങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച ശാസ്ത്ര വസ്തുതകളെ ചിലതെടുത്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാക്കാൻ ഇതിന്റെ പിന്നിലൊക്കെ ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചിട്ട് ഉഷാറാണെന്ന് പറയും. ഉറപ്പാണ് അല്ലേ? ഒരു ശക്തി എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ചൊടി ഞാൻ പറഞ്ഞൊരു പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു. ഈ ചർച്ചയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എത്ര ശക്തി ഉണ്ടാവാനാണ് സാധ്യത? എത്ര ശക്തി ഉണ്ടാകാനാണ് സാധ്യത? ഒന്നോ ഈ ചർച്ചയിൽ നിങ്ങൾക്ക് മനസ്സിലായി. കാരണം എന്താണെന്നറിയാം, ഈ ശക്തിയിൽ കൂടുതലുണ്ടെങ്കിൽ ഈ ആസൂത്രണം ഉണ്ടാവില്ല. കാരണം ഭൂമിയെ സൃഷ്ടിച്ചത് ഒരു ശക്തിയും സൂര്യനെ സൃഷ്ടിച്ചത് വേറൊരു ശക്തിയുമായിരുന്നുവെങ്കിൽ ഭൂമി സൂര്യൻ ബന്ധം നിലനിൽക്കുമോ? ഭൂമിയെ സൃഷ്ടിച്ച ശക്തി തന്നെയായിരിക്കണം സസ്യങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിൽ സസ്യങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നത്. സസ്യങ്ങളെ സൃഷ്ടിച്ച ശക്തിയാണ് വായു സംവിധാനിച്ചത്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ വായുവിന്റെ വ്യത്യാസം വരുത്താറുന്നത്. ആ സസ്യങ്ങളെ സൃഷ്ടിച്ചവൻ തന്നെയാണ് നമുക്ക് ഭക്ഷണം സംവിധാനിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് അവിടെ പശുവിനോട് പറഞ്ഞു, പശു ഈ 10 പോലെ തിന്നോ, കുട്ടികളുടെ ഞങ്ങൾ തിന്നാം, ഈ വൈക്കോല് തിന്നോ, അത് ഞങ്ങൾ തിന്നാം. നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ് ആസൂത്രണം നടത്തിയത് ഒരു ശക്തിയാവാനാണ് സാധ്യത. ഒന്നിൽ കൂടുതൽ ശക്തി ഉണ്ടെങ്കിൽ ആസൂത്രണം ഉണ്ടാകുക പ്രപഞ്ചത്തിലേ. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തിയുണ്ട്, ആ ശക്തി ഏകനാണ്. ശരിയല്ലേ? വളരെ കൃത്യല്ലേ? ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ ക്ലാസ് റൂമുകളിൽ ശക്തിയമായി. ഞാൻ ഇന്നൊരു സയൻസിന്റെ ഒരു സെമിനാർ അതിന്റെ സബ്ജക്റ്റ് എന്താണ്? ഈ ഭൂമിക്ക് ഒരു ചെരിവ് എത്ര ഡിഗ്രി ചെരിവാണ്? ഭൂമിക്ക് ഒരു ഭൂമി ഇങ്ങനെ നേരക്കല്ല, ഇത്തിരി ചെരിഞ്ഞിട്ടാണ് 23.5 ഡിഗ്രി ചരിഞ്ഞാണ് ഭൂമി നിൽക്കുന്നത് കേട്ടോ. ഞാൻ ആ സെമിനാറിന്റെ എന്താ പ്രത്യേകത? സയൻസ് സെമിനാറാണ്. 23.5 പകരം 23 ഡിഗ്രി ആയാലും 24 ഡിഗ്രി ആയാലും വേറെ ഏത് ഡിഗ്രിയിലും ഭൂമി ചെരിഞ്ഞു നിന്നാൽ ഭൂമി വാസയോഗ്യമാവില്ല. ചൂട് കൃത്യാവില്ല, തണുപ്പ് കൃത്യാവില്ല, സൂര്യപ്രകാശം ശരിക്കും കിട്ടൂല, കാലങ്ങൾ ശരിയാവില്ല. അതിങ്ങനെ തെളിയിച്ച് കാണിക്കാൻ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കും. ഭൂമി ആ 23.5 കൊണ്ട് എത്തുമ്പോ ഒക്കെ ഓക്കെ, 23 തെറ്റിയാലും ഓക്കെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു സസ്യരംഗത്തിന്റെ സാറേ, വളരെ അത്ഭുതമാണ്. ഭൂമി ഈ ചെരിവിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഭൂമി വാസയോഗ്യമായിരുന്നത് ബോധ്യമാണ്. പക്ഷെ എനിക്കൊരു സംശയം, ആരാ സാറേ ഈ ഭൂമിയെ 23.5 തന്നെ കൊണ്ട് ചരിച്ച് നിർത്തിയത്? ഞാൻ ചോദിച്ചു, ആരാ 23.5 തന്നെ കൊണ്ട് ചരിച്ച് നിർത്തിയത്? അത് ഭൂമി സ്വയം അങ്ങനെ പോയി നിന്നതാണോ സാറേ?
അതല്ല നമ്മൾ ആരെങ്കിലും കൊണ്ട് നിർത്തിയതാണോ സാറേ? ആ ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരും ഇത് അനുവദിക്കരുത്. ശാസ്ത്രലോകത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഇടപെടാൻ കഴിയണം, നമുക്ക് ചോദിക്കാൻ കഴിയണം, ആരാണ് ഈ വായുവിന്റെ സംവിധാനം കൃത്യമായി രൂപപ്പെടുത്തിയത്? ആരാണ് ഭൂമിയുടെ സൂര്യന്റെ ചൂട് കൃത്യമായി നിർത്തിയത്? ആരാണ് സൂര്യനിൽ നിന്ന് ഭൂമിയെ അകലത്തിൽ കൊണ്ട് നിർത്തിയത്? ആരാണ് ഭൂമിയെ സൂര്യനെ കൊണ്ട് ചുറ്റിക്കുന്ന സ്പീഡ് നിശ്ചയിച്ചത്? ആരാണ് മൃഗങ്ങൾക്ക് ഈ സംവിധാനം ഒരുക്കിയത്? ഇതിന്റെ പിന്നിൽ ഒരു ശക്തി, ഒരു ആസൂത്രകനുണ്ട്. ആ ആസൂത്രകൻ ഏകനാണ്. ഓക്കെ, ഞാൻ ഇനി ഇസ്ലാമിലെ അള്ളാഹുവിന്റെ ഏകനാണെന്ന് മാത്രമല്ല, ആ ഏകനായ അള്ളാഹുവിനെ അവനാണ് എല്ലാം തീരുമാനിക്കുന്നത് അല്ലെ? ശരി, നോക്കിയേ എന്നെ ഈ മൂക്ക് ഇവിടെ വേണം, ഞാൻ ആരാ തീരുമാനിച്ചത്? ഞാനാണോ? എന്റെ ഉമ്മി ബാപ്പിയാണോ? നാട്ടുകാരാണോ? അതല്ല വെറുതെ ആയതാണോ? ആരാ എന്റെ മൂക്ക് ഇവിടെ വേണം തീരുമാനിച്ചത്? പറ. അള്ളാഹ്. ഒന്നൊക്കെ പറയാം. ആരാണ്? അള്ളാഹ്. എനിക്ക് 2 കണ്ണ് വേണമെന്ന് തീരുമാനിച്ചതാരാ? ആ കണ്ണ് ഇവിടെ വേണമെന്ന് തീരുമാനിച്ചതാരാ? എനിക്ക് സംസാരിക്കാനുള്ള വൈഭവം തന്നതാരാ? നാക്ക് സംവിധാനിച്ചതാരാ? കഥയല്ലേ? ഈ കണ്ണ് തന്നത് അള്ളാഹുവല്ലേ? ഞാൻ ഉണ്ടാക്കിയ കണ്ണാണോ? ഈ കണ്ണ് എന്റേത്. എന്റെ കണ്ണ് കണ്ണത്തിന് 10 തന്നെ. കണ്ണിങ്ങള് കാണുന്നല്ല നന്നായി കണ്ടിട്ട് ഇപ്പൊ കണ്ണട വെച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കണ്ണൊക്കെ നല്ല രസമുണ്ടായിരുന്നു നിങ്ങളെ പോലത്തെ പ്രായത്തില്. ഇപ്പൊ പ്രായമായപ്പോ ചുറ്റി ചുടിയാൻ തുടങ്ങിയതാ. കാരണം ഈ കണ്ണെന്റെ നിയന്ത്രണത്തിലല്ല, ഈ കാതെന്റെ നിയന്ത്രണത്തിലല്ല, ഈ ശരീരം എന്റെ നിയന്ത്രണത്തിലല്ല. ഞാൻ ആലങ്കാരികമായി പറയുന്നതാണ് എന്റെ കണ്ണ്, എന്റെ മുക്ക്, എന്റെ കാത്, എന്റെ നാവിനൊക്കെ. ശരിക്കും ഇതിന്റെ ഉടമസ്ഥൻ ആരാ? അവർക്ക് പറ. ആരാ? അല്ലാഹ്. ഈ കണ്ണിന്റെ ഉടമസ്ഥൻ അല്ലാഹ് ആണെങ്കിൽ, ഈ കണ്ണിവിടെ വെച്ചത് അല്ലാഹയാണെങ്കിൽ, ഈ കണ്ണോടാണ് കാണേണ്ടത് എന്ന് തീരുമാനിച്ചത് അല്ലാഹു ആണെങ്കിൽ, കാണാനുള്ള അത്ഭുതകരമായ സെറ്റിംഗ്സ് രൂപപ്പെടുത്തിയത് അല്ലാഹയാണെങ്കിൽ, പിന്നെ എന്ത് കാണണം എന്ത് കാണരുത് എന്ന് പറയാനുള്ള അധികാരം ആർക്കാ? പിന്നെ ഞാൻ എന്ത് കാണണം എന്ത് കാണരുത് എന്ന് പറയാനുള്ള അധികാരം ആർക്കാ? അല്ലാഹുവിന്. എന്റെ കണ്ണിന്റെ ഉടമസ്ഥൻ അള്ളയാണെങ്കിൽ ഇന്നത് കാണണം ഇന്നത് കാണരുത്, ഇന്നത് കാണാം ഇന്നത് പറയാം ഇന്നത് പറയരുത്, ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യരുത് എന്ന് എന്നോട് കൽപ്പിക്കാനുള്ള പരമാധികാരം ആർക്ക്? എനിക്കാണോ? എനിക്കുണ്ടോ? ഒരാൾ പറയും ഞാൻ ഇഷ്ടമുള്ള കാണുന്ന പറയാൻ നിന്റെ കണ്ണാണോ? അല്ല, നിന്റെ വാക്യം പറഞ്ഞാണ് ഞാൻ കാണുന്ന പറയാനുണ്ടോ? എന്ത് കാണണം എന്ന് കാണണം, എന്ത് പറയണം എന്ന് പറയരുത്, എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ന് പറയാനുള്ള അധികാരം എന്റെ ജീവിതം നൽകി എനിക്ക് കണ്ണു നൽകിയാൽ കാതുമുക്ക് നൽകിയ സൃഷ്ടിപ്പിന്റെ അധികാരം ഏതൊരു ശക്തിക്കാണോ ആ സൃഷ്ടാവിനാണ് നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് പറയാനുള്ള അധികാരം. ഇപ്പൊ ശരിക്കും മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. അത് കിട്ടിയാൽ പിന്നെ ബാക്കിയൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളോട് ചോദിക്കണം, കുട്ടിയോട് ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ കൂട്ടിക്കോച്ചാണ്? അപ്പൊ നിങ്ങളെന്താ പറഞ്ഞത്? അതാണ് സുരക്ഷിതത്വം അല്ലെ? അങ്ങനെ നമ്മള് ആണോ? നമുക്ക് സുരക്ഷിതത്വ ബോധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാലോ എന്തൊക്കെ പറയാ? ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, എന്റെ ശരീരത്തിൽ എത്ര വ്യക്തമാക്കണം എന്ന് പറയാൻ അധികാരം എന്നെ പടച്ച ആർക്കാണ്? അല്ലാഹുവിനാണ്. അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്റെ മുഖവും മുൻകൈ മുറിച്ച് ശരീരഭാഗം മറ്റുള്ളവരുടെ മുമ്പിൽ മറക്കണമെന്ന്. ഞാൻ മറക്കും. എന്തെങ്കിലും പന്നിമാംസം കഴിക്കാത്തത്? പന്നിമാംസത്തില് മറ്റേ എന്താണ് നാടവരും, അതാണോ? നാടവരുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പന്നിമാംസം കഴിക്കാത്തത്? ആണോ? ഞാൻ എന്ത് തിന്നണമെന്ന് കൽപ്പിക്കാൻ അധികാരം എനിക്ക് തിന്നാനുള്ള ശക്തിയും ഭക്ഷണവും നൽകിയ ആർക്കാണ്? അല്ലാഹുവേ. അല്ലാഹു പറയുന്നു പന്നിമാംസം കഴിക്കരുത്. എന്താണ് നിങ്ങൾ മദ്യം കഴിക്കാത്തത്? എന്ത് കുടിക്കണമെന്ന് എന്നോട് കൽപ്പിക്കുന്ന ശക്തി പറയുന്നു മദ്യം കഴിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഉമ്മാനും ബാപ്പാനും ശരിക്കും ബഹുമാനിക്കുന്നതിനാ? ഉമ്മാനും ബഹുമാനിക്കുന്നതിന്റെ പേരിലാണ് ഉമ്മകളെ പെറ്റി നോക്കും എന്നൊക്കെയുള്ള വേറെ. പക്ഷെ അതിനേക്കാൾ പവറിൽ എന്തുണ്ട്?
ഉമ്മയോട് ബഹുമാനവും സ്നേഹവും കാണിക്കണമെന്ന് ആര് കൽപ്പിച്ചിരിക്കുന്നു? ഉമ്മയെ തന്ന അന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ പവർ കൂടിയില്ലേ? ആ അന്ന് ഓർമ്മപ്പെടുത്തി നമ്മളോട് നിങ്ങളെ ആ ഉമ്മ വഹിനെന്നാൽ ആ വഹിനില് നിങ്ങളെ വിഷമിച്ച് നിങ്ങളെ പോറ്റി വളർത്തിയത് ഉമ്മയാണ്. അതാണ് എന്റെ പവർ കൂട്ടുക. ശരിക്കും ഇതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെ നമ്മളാണ് ഒരു കാലത്ത് ശാസ്ത്രജ്ഞന്മാരുമില്ല. നിങ്ങൾ രണ്ടും പഠിക്കും, ഒപ്പം ഖുർആൻ ഹദീസൊക്കെ പഠിക്കും. അങ്ങനെ രണ്ടും കൂടി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണം. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇസ്ലാമിന്റെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അവര് ഗണിതശാസ്ത്രത്തിന്റെയും ഗോളശാസ്ത്രത്തിന്റെയും വൈദ്യശാസ്ത്രത്തിന്റെയും നാവികശാസ്ത്രത്തിന്റെയും ഒക്കെ പിതാക്കന്മാർ നാമധാരി മുസ്ലിങ്ങളല്ല, ഇസ്ലാമിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാരായി. ഞാൻ പള്ളിയിൽ കുത്തുബൊക്കെ നടത്തുന്നില്ല, ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട്. എന്താ നിലവിൽ ഖുർആൻ ക്ലാസ് എടുക്കുന്ന മുന്നേറാണ്, വാത് പറഞ്ഞ മുന്നേറാം. പക്ഷെ ഞാൻ 32 കൊല്ലം സയൻസാണ്. അത് അധ്യാപകരുടെ ഞാൻ എന്നത് പറയാൻ വേണ്ടിയിട്ടല്ല. എന്തിനാണ് പറഞ്ഞേ? നിങ്ങൾ രണ്ടും പഠിച്ച് ഞങ്ങൾക്കൊന്നും അധികം പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ സയന്റിസ്റ്റും ആകണം, ഇസ്ലാമിന്റെ പണ്ഡിതനുമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സയൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം പഠിക്കുക, അള്ളാഹുവിന്റെ കുതിരത്ത് പഠിക്കുക. അപ്പോഴാണ് നമുക്ക് പുതിയ ലോകത്തിൽ ഇസ്ലാമിനെ അള്ളാഹുവിനെ ഈ രൂപത്തിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ്. ചരിത്രത്തോട് ചോദിച്ചു നോക്ക്. വിജ്ഞാനത്തിന്റെ വലിയ ഗോപുരങ്ങൾ ദീനും ദുനിയാവും ഒരുപോലെ ലോകത്ത് സ്ഥാപിച്ചതാരാണ്? മുസ്ലിങ്ങളാണ്. നമുക്കിങ്ങനെ ഓരോ സയൻസ് വസ്തുതകളും നിങ്ങൾക്ക് ഇതിനെ ചേർത്തെടുക്കണം. കടലിനെ കുറിച്ച്, നദികളെ കുറിച്ച്, വെള്ളത്തിനെ കുറിച്ച് വരട്ടി പോയിട്ടേ വെള്ളം ഞാൻ പറയുന്നതൊക്കെ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചോ? വെള്ളം തന്നെ എന്തൊക്കെ ജലം കാണുന്നത് എന്ത് ചേർത്തിട്ടാ? ഹൈഡ്രജനും ഓക്സിജൻ രണ്ടും കത്തുന്നതാണ്. പക്ഷേ തീ കെടുക്കുന്ന വെള്ളം. ഇനി ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 10,000-9,999 വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റാത്തതാണ്. ഒരെണ്ണം അവിടെ അവശേഷിപ്പിച്ചു. 97% കടൽ ജലം, ബാക്കി 1.25% ഭൂഗർഭ ജലം. ആകെ 10,000-1 മാത്രമാണ് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ വെള്ളം. ആ വെള്ളം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും. മഴ പെയ്യണതിന്റെ കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി മേഘങ്ങൾ ഘനീഭവിച്ച് മഴയായി പെയ്യുന്നു. പക്ഷെ നമുക്കൊരു ചോദ്യം ബാക്കിയില്ലേ? ആരാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയത്? നമ്മളെ പാർട്ടിയിൽ പാസ്സാക്കിയതാ. ഇടുക്കിയിലെ മലയിലെ ഇടുക്കിയിലിരിക്കുന്ന ചെടിക്ക് പോലും വെള്ളം കിട്ടുന്ന ഈ സംവിധാനം ആരുണ്ടാക്കി? അത്രയും അധികം വെള്ളത്തെ ആകാശത്തെ മേഘങ്ങളായി നിലനിർത്തിയതാണ്. അങ്ങനെ ചിന്തിച്ചാൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി വരുന്നതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കിട്ടാറുണ്ട്. അവര് പറഞ്ഞു പോകും, പഠിച്ചോണ്ടതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിന്റെ വീട്ടിലൊക്കെ അത്ഭുതകരമായ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി വൈഭവം ഞങ്ങൾ കാണും. അള്ളാഹു ലേഖനാണ്, അള്ളാഹു ഉണ്ട്, ഒരു ശക്തി ഇതിന്റെ പിന്നിലുണ്ട്, അത് അനിഷേധ്യമാണ്. അവൻ ഏകനാണ്, അവൻ പറയുന്ന പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ മർമ്മപ്രധാന. അങ്ങനെ ജീവിക്കാനുള്ള സന്ദേശമാണ് പ്രവാചകന്മാരുടെ പിന്നാലെ ക്ലാസ് പറഞ്ഞു. അപ്പൊ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ 1-2 ആൾക്കാർ ഞാനെടുത്ത ക്ലാസിന്റെ ഫീഡ്ബാക്ക് നന്ദി പറയാനില്ല. എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അഭിപ്രായം? 3 ആൾ പറഞ്ഞാൽ ഞാൻ പോകില്ല, ബിരിയാണി കിട്ടി. എന്താണ് ക്ലാസിന്റെ എന്ത് ഫീലിംഗ്, എന്താ ഇങ്ങനെ വരുമ്പോഴല്ലേ ക്യാമ്പസ് ക്ലാസ്സിനൊക്കെ ഫീഡ്ബാക്ക് പറയും. ക്ലാസ് എന്ന് പറഞ്ഞാല് സാധാരണ ഉണ്ടാവുന്ന ക്ലാസ്സിനെക്കാട്ടും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മള് ഒരു ഖുർആൻ ക്ലാസ്സിലായിട്ട് ഒരു പിള്ളേരാണ്.
കഴിഞ്ഞപ്പോ നമ്മളെ ഈമാന് ഇരട്ടി വർദ്ധിച്ചു വരാനുള്ളത്. അത്രക്കും എന്താ പറയാ, നമ്മുടെ മനസ്സിൽ തട്ടിപ്പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ച് സാറ്. സയൻസിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് അത് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എന്താ പറയാ, വിജ്ഞാനം ഇങ്ങനെ നേടിക്കൊണ്ടേയിരിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു രീതിയിൽ സാറിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം സാറ് മൊത്തത്തിൽ നോക്കിയിരിക്കുന്നു. അത്രക്കും അടിപൊളിയായിട്ടാണ് സാറ് ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി വേറെ വെറുതെ പറയണത് രണ്ടാമത്തെ ചാൻസ് ഉള്ളൂ, പറയണം. സാറ്